വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദിവസത്തിലായിരിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 22-ാം വാക്യം വായിക്കാം. 1 Corinthians chapter 16 verse 22. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 22-ാം വാക്യം. ഒരാൾക്ക് മതി. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ഒരു നിമിഷം കണ്ണുകളിലേക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, രാത്രിയുടെ നിശബ്ദതയ്ക്കായി നന്ദിയോട് സ്തോത്രം. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. വായിച്ച വേദഭാഗത്തോട് നിങ്ങളുടെ ആത്മാവ് ഞങ്ങൾ സംസാരിക്കണം. കർത്താവേ, ഈ ഹോളിൽ വന്ന ദൈവമക്കളോട് മാത്രമല്ല, ഈ ലൈവായി ഭവനാന്തർ ഭാഗത്തൊക്കെ ഇരുന്ന് വിദൂരതയിലിരുന്ന് കേൾക്കുന്നവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ കർത്താവ് സംസാരിക്കണം. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. അവിടുത്തെ കരവും ശക്തിയും ഞങ്ങളുടെ മധ്യ വ്യാപരിക്കണം. ഞങ്ങളുടെ കാര്യം ഞങ്ങളെ തൊട്ടിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥനകളായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാതുറന്ന ശക്തിയോടെ സ്തോത്രം ചെയ്യാം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ കൺക്ലൂഷൻ വാചകമാണിത്. ഉപസംഹാര വാചകമാണ്. നമ്മുടെ കർത്താവ് വരുന്നു. അവനെ സ്നേഹിക്കാത്തവനും ശപിക്കപ്പെട്ടവൻ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ഉപസംഹാര വാചകം, കൺക്ലൂഷൻ വേർഡ്, പിന്നീട് സഭയുടെ സല്യൂട്ടേഷനായി മാറി, വന്ദനസ്വരമായി മാറി. അവസാനം പറഞ്ഞത് പിന്നെ ആദ്യമായി. ഇതാണ് വന്ദനം. ഇവിടെ ദൈവദാസൻ ഇത് പറഞ്ഞു, അതുകൊണ്ട് ഇത് പ്രസംഗിക്കണം. ഓരോ രാജ്യങ്ങൾക്കും വന്ദനമുണ്ട്. നമ്മുടെ നാട്ടുകാർ ഇന്ത്യക്കാരെന്നാ പറയുന്നത്? നമസ്കാരം. നിങ്ങളോട് പറയണേ കേട്ടോ. ഗൾഫിൽ നിന്ന് വന്നവരായിരുന്നു നിങ്ങളുടെ ഇരിക്കുന്നില്ല. ഗൾഫുകാരെ കാണുമ്പോൾ എന്താ പറയുന്നത്? സലാം വലൈക്കും. വലൈക്കും സലാം. ഇസ്രായേൽക്കാർ കണ്ടാൽ പറയും ശലോം. ഇംഗ്ലീഷുകാർ നിങ്ങളെന്തോ പറയുന്നത്? ഇവിടുത്തുകാരെന്താ പറയുന്നത്? അവർക്ക് രാവിലെ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. നമ്മൾ പെന്തക്കോസുകാർ കണ്ടാൽ എന്നാ പറയുന്നത്? കൊള്ളാം. ഇപ്പോൾ ഒരാൾ പ്രൈസലോടെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മറ്റേ പുള്ളി പറയും പുതിയ വിശ്വാസി ആയിരിക്കുമല്ലോ. അപ്പോൾ പുതിയ വിശ്വാസിയെ പ്രൈസലോട് പറയും. ദേവദാസൻ അത് പറഞ്ഞപ്പോൾ ഇത് ഗൈഡൻസാണ്. എന്നോട് പലരും ഈ ഫീഡ്ബാക്ക് മക്കളെ ഇച്ചിരൂടെ ആരാ ചെയ്യുന്നത്? നല്ലൊരിതാണ്. മൈക്ക് ഇച്ചിരൂടെയൊക്കെ നല്ല വേണമായിരുന്നു. മൈക്കിൻ്റെ പച്ചയും നിങ്ങളുടെ പ്രാർത്ഥനയിലാണ് നിൽക്കുന്നത്. ഇത്രയും യാത്രയും ദിവസവും അങ്ങോട്ട് പോയാലും ഇത് തന്നെ പണി. ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ പെന്തക്കോസുകാരെന്തിനാ തമ്മി സ്തോത്രം കൊടുക്കുന്നതെന്ന്. നമ്മൾ തമ്മി സ്തോത്രം കൊടുക്കുകയല്ല. നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ കാണുമ്പോൾ ഈ പ്രൈസ്തലോട് പറയുന്നതിൻ്റെ അർത്ഥം, ഒരു സെക്കൻഡിൽ 6 പേർ വീതം, ഒരു മിനിറ്റിൽ 360 പേർ വീതം, ഒരു മണിക്കൂറിൽ 21,400 പേർ വീതം, ഒരു ദിവസം 5,18,000 പേർ വീതം ഏകദേശ കണക്കനുസരിച്ച് ലോകത്തോട് യാത്ര പറയുകയാണ്. അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല. നിങ്ങളും ഞാനും ഒരു പ്രാവശ്യം ശ്വസിക്കുമ്പോൾ നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ള, നിങ്ങളെക്കാൾ ആരോഗ്യമുള്ള, നിങ്ങളെക്കാൾ സമ്പത്തുള്ള 6 പേർ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കും. കഴിഞ്ഞ രാത്രി 7:30 മുതൽ ഈ രാത്രി 7:30 കഴിയുമ്പോൾ ഭൂവിൽ പാർത്ത 5 ലക്ഷം ആളുകൾ ഇവിടെ ഇല്ല, നാട്ടിലിവിടെയും. അങ്ങനെയാണ് ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോഴേക്കും 35 ലക്ഷം ആളുകൾ ഭൂമിയിൽ നിന്ന് പോകും. അതൊരാൾ നിങ്ങളും ഞാനും ആകാഞ്ഞത് നിങ്ങളുടെ എൻ്റെ മിടുക്കല്ല, തമ്പുരാൻ്റെ കരുണയാണ്. നമ്മൾ തമ്മിൽ കാണുമ്പോൾ സ്തോത്രം പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? തമ്മി സ്തോത്രം കൊടുക്കുകയല്ല. പാസ്റ്റർ പറഞ്ഞ പോലെ, പ്രിയ സഹോദര സഹോദരി, നാം തമ്മിൽ കണ്ടുപിരിഞ്ഞ ശേഷം എത്രയോ ആയിരങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു. വീണ്ടും കാണാൻ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. നിൻ്റെ സഹോദരനെ വീണ്ടും കണ്ടതിൽ സന്തോഷമുണ്ട്, സ്തോത്രം പറയണം. നിൻ്റെ സഹോദരിയെ വീണ്ടും കണ്ടതിൽ സന്തോഷമുണ്ട്, സ്തോത്രം പറയണം. നമ്മുടെ കൈകൾ ഉയർത്തി വാതുറന്ന് അല്പസമയം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കും. എല്ലാ ദൈവമക്കളും കൈകളും നടിച്ച് ശക്തിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കും. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് മാറാനാഥ? അനാഥമ. ഇതിൻ്റെ ഗ്രീക്ക് ഭാഷ മാറാനാഥ, അനാഥമ എന്നാണ്. അതേ നൂറ്റാണ്ടിലെ വിശ്വാസികൾ നമ്മൾ പ്രൈസ്തലോട് പറയുന്ന പോലെ ആരംഭകാല വിശ്വാസികൾ കണ്ടാൽ പറയുന്ന ആദ്യ വാചകം ഇതായിരുന്നു. ഒരാൾ മാറാനാഥ എന്ന് പറയുമ്പോൾ മറ്റേയാൾ പറയും അനാഥമ.
നിങ്ങളെന്ന് പറഞ്ഞേ, ഞാൻ മാറാനാഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ അനാഥമെന്ന് പറഞ്ഞു. മാറാനാഥ, മാറാനാഥ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മാറി നീക്കടാന്നല്ല. മാറാനാഥ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ കർത്താവ് വരുന്നു. ഒരാൾ പറയും നമ്മുടെ കർത്താവ് വരുന്നു, അപ്പോൾ മറ്റേ ആൾ പറയും അവനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. അന്ന് ദൈവമക്കൾക്ക് അതേ പറയാനുണ്ടായിരുന്നു. ഞാൻ പുറകാലം അത് പറയാം. യേശു കർത്താവ് വരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, ഒത്തിരി മെസ്സേജുകൾ. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകും നമ്മുടെ കർത്താവ് വരാറായി. വിശുദ്ധ വേദപുസ്തകത്തിൽ 25 ഒരു വാക്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ 260 അധ്യായമുണ്ട്. അതിൽ 318 പ്രാവശ്യം യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ 1845 പ്രാവശ്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മുടെ കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തി വരവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ 27 പുസ്തകമുണ്ട്. ആ 27 പുസ്തകത്തിലും കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുന്നു. 50 അധികം പ്രാവശ്യം കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കുവാൻ വചനം ആഹ്വാനം ചെയ്യുന്നു. അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ പിശാചിനേക പദ്ധതികൾ ചെയ്യുന്നുണ്ട്. 1965 യേശു വന്നേച്ചു പോയെന്ന് പറയുന്നുണ്ട്. 2000 വരുമെന്ന് പറഞ്ഞവരുണ്ട്. 2013 ഏപ്രിൽ 28 വരുമെന്ന് പറഞ്ഞവരുണ്ട്. ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ കർത്താവിൻ്റെ മടങ്ങിവരവിലുള്ള വിശ്വാസം ജനത്തിന് പോകാനാണ്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, പിശാച് എന്തെല്ലാം പദ്ധതി ഇറക്കിയിട്ടും യേശു കർത്താവിൻ്റെ മടങ്ങിവരവ് കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആയിരക്കണക്കിന് വേദിയിൽ പറഞ്ഞത് ഈ ചെറിയ മീറ്റിങ്ങിൽ ദൈവമക്കളോട് ഞാൻ പറയാം, പിശാചിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. നിനക്ക് വിശ്വാസമുണ്ടേ കൈ ഉയർത്തി വാതുറന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറ, ദുഷ്ടപിശാചേ, എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കരങ്ങളടിച്ച് വാതുറന്ന് അന്യഭാഷ ഉടമ റഗന ഹദുന ഹദുന റിഗന ശക്തിയോടെ എല്ലാവരും കൈകളടിച്ച് അന്യഭാഷ യേശുവിൻ്റെ നാമത്തിൽ പറ. ദുഷ്ടപിശാചിന് നിന്നെക്കുറിച്ച് പല പദ്ധതിയുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പല പദ്ധതിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പറ, തകർക്കപ്പെടും. അഥവാ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരുമ്പ് ഭൂമിയിൽ നടക്കേണ്ട 96ഓളം ഇൻസിഡൻസ് അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 96 അടയാളങ്ങളെ ബൈബിൾ 4ആയി തിരിക്കുന്നു. 1 പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 മാർഗീയ ലക്ഷണങ്ങൾ, 4 യഹൂദി ലക്ഷണങ്ങൾ. യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ജാതീയ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? യഹൂദജനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ദൈവസഭയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ബൈബിളിലുണ്ട്. ഞാൻ കൂടെ പറയും, കാലഘട്ടം മാറുന്നതനുസരിച്ച് മാറ്റിയിരുന്നല്ല നമ്മുടെ ഇരിക്കുന്ന വിശുദ്ധ ബൈബിൾ. ബൈബിളിനനുസരിച്ച് കാലഘട്ടം മാറി മറിഞ്ഞു വന്നിരിക്കുകയാണ്. വർത്തമാനപത്രവും ടിവിയും ഇന്നലെ എന്ത് നടന്നെന്ന് നിങ്ങളോട് പറയും, അല്ലെങ്കിൽ രാവിലെ നടക്കുന്ന വൈകിട്ട് പറയും. ലൈവ് ടെലികാസ്റ്റ് കൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്ന ഇപ്പോൾ കാണിച്ചെന്ന് വരാം. നാളെ എന്ത് നടക്കുമെന്ന് പത്രത്തിന് കഴിയില്ല, ടി വിക്ക് പറയാൻ കഴിയില്ല. നാളെ എന്ത് നടക്കുമെന്ന് ഇന്നേ നമ്മോട് പറയുന്നൊരു പുസ്തകമുണ്ട്. അതത്രേ വിശുദ്ധ വേദപുസ്തകം. ഈ തിരുവെഴുത്തിനായി കൈ ഉയർത്തി വാതുറന്ന് ശക്തിയോടെ സ്തോത്രം. പ്രൈസ് ലോർഡ്. അപ്പോൾ അവസാനത്തിൻ്റെ ആരംഭമായി നമ്മുടെ കർത്താവ് പറഞ്ഞ സകല സംഭവങ്ങളും നിവർത്തിക്കപ്പെടുകയാണ്. യേശു കർത്താവിൻ്റെ മടങ്ങിവരവിന് 7 സാക്ഷി തെളിവുകളുണ്ട്. പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 3 സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം, 4 കർത്തൃമേശയുടെ സാക്ഷ്യം, 5 പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം, 6 സഭയുടെ സാക്ഷ്യം, 7 യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം. ലോകത്തിൽ അനേകം മഹാരഥന്മാർ മരിച്ചു മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരാരും പറയാത്തൊരു വാചകം പറഞ്ഞിട്ട് പോയത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഞാൻ കൂടെ പല കൺവെൻഷൻ വേദി പറയും, ഹിറ്റ്ലർ പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്, മുസോളിനി പറഞ്ഞില്ല
കാറൽ മാർക്സ് പറഞ്ഞില്ല, ലെനിൻ പറഞ്ഞില്ല, എംഗൽസ് പറഞ്ഞില്ല, സഞ്ജയ്ജി പറഞ്ഞില്ല, ഇന്ദിരാജി പറഞ്ഞില്ല, മഹാത്മജി പറഞ്ഞില്ല, ശ്രീ മുഹമ്മദ് നബി പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒറ്റ നേതാവ് ഉണ്ടെങ്കിൽ അത് യേശു മാത്രമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ വാതുറന്ന് കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വ്യത്യസ്തമായൊരു നിലയിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് അവസാനം അവിടെ ചെന്ന് നിൽക്കും. നമ്മുടെ കർത്താവ് ഒരു ഉപമ പറഞ്ഞു, നല്ല ശമരിയക്കാരുടെ ഉപമ. നമുക്കെല്ലാം പരിചയമാണ്, ഇവിടെ ഏറിയ പങ്കിരിക്കുന്ന ദൈവമക്കളാണ്. അതൊന്നുകൂടെ ഞാൻ വായിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളാണ് തോന്നുന്നു. ആരാ വായിച്ചാട്ട്? ഒന്ന് വായിച്ചാട്ട്. ലൂക്കോസ് സുവിശേഷം 10:30 മുതൽ. യെസ്. യെസ്. അടുത്തത് യെസ്. ആ ആ ആ യെസ്. അടുത്തത് യെസ്. ആ മതി. കൈ ഉയർത്തി വാ തുറന്നു നമ്മുടെ ശക്തിയുടെ സോദരം പറഞ്ഞു. അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. നമ്മൾ ഇതിൽ നിന്നാണ് ഇന്ന് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. വ്യത്യസ്തമായ ചിന്തകൾ തരാനാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഇവിടെ 4 കൂട്ടരെ കാണാം. നിങ്ങൾ ഒത്തിരി പ്രസംഗം ഇത് കേട്ടിട്ടുള്ളതാണ്. ഒന്ന്, ഒരു പ്രശ്നം, എന്നെ നോക്കിയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒന്നൊരു പ്രശ്നം. 2, പ്രശ്നം ഉണ്ടാക്കിയവർ. 3, പ്രശ്നം കണ്ട് വഴിമാറി കടന്നുപോയവർ. 4, പ്രശ്നം ഏറ്റെടുത്ത് പരിഹരിച്ചവർ. എല്ലാ കാലത്തും എല്ലാ സഭയിലും ഈ 4 കൂട്ടരും കാണും പാസ്റ്ററെ. ഒന്നൊരു പ്രശ്നം, ചില സ്ഥിരം പ്രശ്ന, ചില നോക്കിയാൽ പ്രശ്നം, നോക്കിയില്ലേ പ്രശ്നം. ഇപ്പോഴേ ചിലർ മയങ്ങാൻ തുടങ്ങി, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞല്ലേ. പിന്നെ നമ്മൾ പെന്തക്കോസ്തുകാർക്കൊരു പ്രത്യേകതയുണ്ട്, ഉറങ്ങി താഴെ വീണാലും എഴുന്നേറ്റ് വരുമ്പോൾ 2 സ്തോത്രം കൊണ്ടേ വരുത്തുള്ളൂ. അതെല്ലായിടും ഒരുപോലെയാട്ട്. ഈ ബഹളങ്ങൾക്ക് ഞാൻ ഈ 1000 പേരുടെ നടുവിൽ നിന്ന് പ്രസംഗിച്ചാലും ഒരാൾ ഉറങ്ങിയാൽ കാണുന്ന ആളാണ്. പിന്നെ കൊച്ചിയോ, ഈ ബഹളങ്ങൾക്കിടയിൽ ഉറങ്ങാൻ കഴിയുന്ന ഒരൊറ്റ കൂട്ടർ ഈ ഭൂമുഖത്തുണ്ട്, അത് പെന്തക്കോസ്തുകാരാണ്. 5000 വാട്ട്സ് വെച്ച് അടിച്ചാലും ഉറങ്ങും. ഒരിക്കൽ ഒരു സഭയെ, എന്നെ കൊണ്ട് ഉദാഹരണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുപ്പിക്കില്ലേ നിങ്ങൾ. ഒരിക്കൽ ഒരു സഭ 21 ദിവസം ഉപവാസപ്രാർത്ഥന നടക്കുക. 12 പേരേ ഉള്ളൂ, കാന്താരി എന്തിനാ ഒത്തിരി. കൺപയറടിച്ച് ഭയങ്കര ആരാധന, ഭയങ്കര ശബ്ദം. അപ്പം നാട്ടുകാർ പോലീസിൽ അറിയിച്ചു, ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ വയ്യാന്ന്. പോലീസ് അന്വേഷിക്കാൻ വന്നു പാസ്റ്ററെ. പോലീസ് അന്വേഷിക്കാൻ വന്ന സംഗതി സത്യമാണ്, ആകെ 12 പേരേ ഉള്ളൂ, തമ്പേറടിച്ച് ഭയങ്കര ആരാധന. പക്ഷേ അതിനിടെ 2 പേരും ഉറങ്ങുക. SI പറഞ്ഞെന്നാ പറഞ്ഞു, നിങ്ങൾ പോയി പണി നോക്കാം, നിങ്ങൾക്കല്ലേ ഉറങ്ങാൻ വയ്യാത്ത, അങ്ങോട്ടില്ല, അതിനെ ഇടയിൽ ഉറങ്ങുന്നില്ല. പാവങ്ങൾ വീട്ടിൽ ഉറക്കമില്ല. ഇവിടെ വരുമ്പോഴാണ് ഞാൻ ചിലപ്പോഴൊക്കെ പറയട്ടെ, ഈ ഏറ്റവും അധികം ടാക്ലിംഗ് ഗുളിക, ഉറക്ക ഗുളി ചിലവാകുന്ന എവിടെയാണെന്നറിയാമോ നിങ്ങൾക്ക്? എവിടെയെന്നറിയാമോ? ഇവിടെ സായിപ്പിനോ ഗുളികയില്ല, ഉറക്കമില്ല. ദൈവം തമ്പുരാനെ കൺവെൻഷൻ്റെ പന്തൽ കണ്ടാൽ മതി, നമുക്ക് ഉറക്കമാണ്. ആരാധനയുടെ കണ്ട ഉറക്കമാണ്. ഉണർന്നിരിക്കണം. പ്ലേ ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒന്നൊരു പ്രശ്നം, ചില പ്രശ്നമാണ്. അത് ഇംഗ്ലണ്ടിലായാലും അമേരിക്കയിലായാലും ഇറ്റലിയിലായാലും ഫ്രാൻസിലായാലും മലയാളിയിലും അത്രയും പ്രശ്നമുണ്ട്. ചിലരുടെ നോക്കിയ പ്രശ്നം, എന്നാ നോക്കിയെന്തിനാ? ചിലരുടെ നോക്കിയില്ലേ പ്രശ്നമാണ്. തൊട്ടാവാടി പെന്തക്കോസ്തുകാരൻ, നിന്നെ ദൈവം ഈ തോട്ടത്തിൽ നിട്ടിരിക്കുന്നു. ഞാൻ വന്ന് ഈ സ്പെഷ്യൽ പറയാനായിട്ട്. നിന്നെ ഇവിടെ നട്ടിരിക്കുന്ന തൊട്ടാവാടിയായിട്ടല്ല, പ്രസ് ചെയ്യുമ്പോഴും രസമേറി വീഞ്ഞു നൽകുന്ന മുന്തിരിയായിട്ടാണ്. ചെറിയ കാര്യങ്ങളിൽ നീ തളരുന്നവനാകരുത്. പാസ്റ്റർ നോക്കിയില്ല, വിശ്വാസി കൈതന്നില്ല, ഇതൊക്കെ പറഞ്ഞ് സഭ ചാടരുത്. സഹോദരമൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞ് ആരാധന മുടക്കരുത്. ഇവിടെ കേരളത്തിൽ, ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ എത്ര എണ്ണമാണ് രക്തസാക്ഷിയാകുന്നത്.
ഒരു ദൈവദാസനെ തൻ്റെ ഭാര്യയുടെയും പെൺകുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അടിച്ചു മൂക്കിൽ നിന്ന് വായിലൂടെ രക്തം ചീരും. അയാൾ ജയ്മസി എന്ന് പറയും. നമ്മുടെ വായിൽ നിന്ന് എന്തോ വീഴും. അപ്പം ഇവിടെ സുഭിക്ഷമായി കൈയടിച്ച് സ്തോത്രം പറഞ്ഞൊക്കെ ആരാധിക്കുമ്പോൾ ലോകത്തിൻ്റെ 5 കോണിലും കർത്താവിന് വേണ്ടി രക്തം ചിന്തുക ആയിരങ്ങൾ. നീ ഇത് മറക്കരുത്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് കുറഞ്ഞാൽ സ്തോത്രം കുറയുന്നവരാണ് നമ്മൾ. ദൈവം നിന്നെ വിളിച്ചതിന് വേണ്ടിയല്ല. നീ ഒരു പ്രശ്നമാകരുത്. ചിലരുടെ പ്രശ്നമല്ല, പ്രശ്നം ഉണ്ടാക്കുന്നവരാ ചിലരുടെ പ്രശ്നം. നല്ലൊരു പ്രസംഗം കേട്ടാൽ വീട്ടിൽ ചെന്ന് വിളിക്കും, ജോണിക്കുട്ടി നിനക്കിട്ടാ ഇന്ന് തന്നേ, കേട്ടില്ലയോ? മോളിക്കുട്ടി നിനക്ക് കണ്ടോ അവർ പ്രശ്നം ഉണ്ടാക്കുന്നവരാ. ഈ നമ്മൾ എഴുതി വെക്കാറുണ്ട്, ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ്. നിങ്ങളത് പറയുന്നേ ഹൗസ്. പിന്നെ അൺസീൻ ഗസ്റ്റ് ഇൻ എവരി കോൺവെർസേഷൻ, എ സൈലന്റ് ലിസ്ണർ, എവരി കോൺവെർസേഷൻ. ക്രിസ്തു വീടിന് നായകൻ എന്നാണ് ചിലർ എഴുതി വെക്കുന്നത്. അവൻ നമ്മുടെ നിശബ്ദനായ, നമ്മുടെ പ്രഭാഷണം എല്ലാം കേൾക്കും. അതെല്ലാം എഴുതി വെച്ചിട്ട് അന്ന് ആരാധന കഴിഞ്ഞ് അവിടെ പോയിരുന്ന പ്രസംഗത്തിൻ്റെയും വന്നവിടെ എല്ലാം കുറ്റം പറയുന്നു. ഈ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന മാത്രമല്ല, നിന്റെ ടെലഫോൺ സംഭാഷണവും കർത്താവ് കേൾക്കുന്നുണ്ട്. ഒന്ന് ശക്തിയോട് സ്തോത്രം പറഞ്ഞു. നമ്മൾ വിചാരിക്കും നമ്മുടെ സംഭാഷണം ആരും കേൾക്കുന്നില്ലെന്ന്. നിങ്ങൾക്കറിയാമോ, ഞാൻ ന്യായവിധിയുടെ കുറിച്ച് ഒരു പുസ്തകം വർഷം മുമ്പ് എഴുതി. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിച്ചു. നിങ്ങളത്രയൊന്നും ഞാനും എനിക്കില്ല. നമ്മുടെ സകല ടെലഫോൺ സംഭാഷണവും ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഡൗൺലോഡ് ചെയ്യുന്നു. വിശുദ്ധ ബൈബിൾ പറഞ്ഞു, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദൈവത്തോട് കണക്ക് കൊടുക്കണം. ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഡൗൺലോഡ് ചെയ്യുന്നു, മറ്റൊരു കമ്പ്യൂട്ടർ സ്കാൻ ചെയ്യുന്നു, ആവശ്യമുള്ളത് സൂക്ഷിക്കും, പറ്റത് കളയും. നിങ്ങളുടെ സംഭാഷണങ്ങൾ ഡൗൺലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. സംശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ചെയ്യരുത്, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇവിടുത്തെ രാജാവിൻ്റെയോ പ്രധാനമന്ത്രിയുടെയോ, ഇനി വേണ്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ ഒക്കെ പേര് കൂടെ ഒന്ന് പറഞ്ഞു നോക്കി. പറയല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ അല്ല ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞിട്ട് വല്ലപ്പോഴും ഇടയ്ക്കെങ്ങാനും തട്ടണമെന്നൊന്ന് പറഞ്ഞു നോക്കി. അന്ന് രാത്രി നിനക്ക് അറസ്റ്റ് നടക്കും. ആരോട് പറഞ്ഞതാ? ആരോടാ പറഞ്ഞേ? കൂട്ടുകാരോട്. മനുഷ്യൻ പറയുന്ന ഏതോ നിസ്സാര വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. ഒന്നൊരു പ്രശ്നം, 2 പ്രശ്നം കണ്ട് പ്രശ്നം ഉണ്ടാക്കിയവർ, 3 പ്രശ്നം കണ്ട് വഴിമാറിപ്പോയി. ചിലർ പ്രശ്നമല്ല, പ്രശ്നം വഴിമാറി. അവരെ സംബന്ധിച്ച് സഭയെ 40 ദിവസം ഉപവാസം നടന്നാലും 21 ദിവസം നടന്നാലും ഇനി 101 ദിവസം നടന്നാലും അവരിതൊന്നും അറിയത്തില്ല. അവർക്കിതൊന്നും ബാധകമേ അല്ല. 4മതൊരു കൂട്ടരുണ്ട്, പ്രശ്നം ഏറ്റെടുത്ത് പരിഹരിക്കുന്നവർ. സഭയുടെ പ്രശ്നം എൻ്റെ പ്രശ്നമാണ്. എൻ്റെ കൂട്ടായ്മയിൽ ആരാധിക്കുന്ന ദൈവം എൻ്റെ വേദന എൻ്റെ വേദനയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് പറയും, നീ ഒരു പ്രശ്നമാകരുത്, നീ പ്രശ്നം ഉണ്ടാക്കുന്നവനാകരുത്, നീ പ്രശ്നം കണ്ട് വഴിമാറിപ്പോകുന്നവനാകരുത്. ഏതു പ്രശ്നവും മുട്ടിമ്മിൽ നിന്ന് ഏറ്റെടുക്കുന്നവനാകണം. ഒന്ന് കൈയടിച്ച് വാതുറന്ന് മക്കളെ ഇടയ്ക്ക് കൈയൊക്കെ അടിച്ച് എല്ലാവരും ശക്തിയോടെ സ്തോത്രം പറ. കർത്താവിനോട് പറയാൻ, ഞാനൊരു പ്രശ്നമല്ല, ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നവനല്ല, പ്രശ്നം കണ്ടു വഴിമാറുന്നവനല്ല. പ്രശ്നങ്ങൾ മുട്ടിന്മേൽ നിന്ന് ഞാൻ ഏറ്റെടുക്കും. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച. ഈ ഓമയിൽ 3 ഫിലോസഫികൾ കാണാം, 3 മനോഭാവങ്ങൾ കാണാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. 1, കള്ളന്മാരുടെ മനോഭാവം. ആ മനോഭാവം നിൻ്റേതെല്ലാം എൻ്റേത്. ഒന്ന് പറഞ്ഞേ, നിൻ്റേതെല്ലാം എൻ്റേത്. നന്മ അപകരിക്കുന്ന, സമാധാനം കെടുത്തുന്ന, സ്വസ്ഥത കളയുന്ന, സൗഖ്യമപകരിക്കുന്ന ദുഷ്ടപിശാച്. നിൻ്റേതെല്ലാം എൻ്റേത്. നിൻ്റെ സ്വസ്ഥത, നിൻ്റെ സമാധാനം, നിൻ്റെ നന്മ അപകരിപ്പാനാണ് അവൻ വരുന്നത്. ബൈബിൾ പറഞ്ഞു, അറക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും അത്രേ പിശാച് വരുന്നത്. ഞാൻ കൂടെ പറയും, ദുഷ്ട പിശാച് വരുന്നത് നിന്നെ ബന്ധിക്കുവാനാണെങ്കിൽ യേശു കർത്താവ് വരുന്നത് ആ ബന്ധനത്തെ അറത്തുവിടുവാനാണ്.
ദുഷ്ടപിശാച് വരുന്നത് നിന്നെ ശപിക്കുവാനാണെങ്കിൽ കർത്താവ് വരുന്നത് ആ ശാപത്തെ അനുഗ്രഹമാക്കാനാണ്. ദുഷ്ടപിശാച് വരുന്നത് നിന്റെ ജീവനെ കൈയേറ്റം ചെയ്യുവാനാണെങ്കിൽ കർത്താവ് വരുന്നത് സമൃദ്ധിയായി ജീവൻ തരാനാണ്. കരമടിച്ച് വാ തുറന്ന് അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടപിശാച് കെട്ടിയ കെട്ടുകൾ അഴിയുന്ന രാത്രിയാകട്ടെ. നമ്മുടെ തലമുറയുടെ മേൽ, നമ്മുടെ സന്താനമേൽ, നിന്റെ നന്മയുടെ മേൽ. ഓഹോ ഉടമ റഘുനിയ അതുന ഉഷമ റഘുനിയ. ദുഷ്ടപിശാച് കെട്ടികൾ യേശുവിന്റെ നാമത്തിൽ അഴിയും. പിശാച് നന്മ അപകരിക്കുന്നവനാണ്, സമാധാനം അപകരിക്കുന്നവനാണ്. ഒന്നാമത്തെ ചിന്താഗതി, നിന്റേതെല്ലാം എൻ്റേത്. രണ്ടാമത്തെ ചിന്താഗതി പുരോഹിതനെയും ലേവിൻ്റെയും ചിന്താഗതിയാണ്. നമ്മൾ വായിക്കുന്ന ആ വഴി യാദൃച്ഛിക ഒരു പുരോഹിതനും. ഒന്ന് വായിച്ചുതരാം, വാക്യം ഒന്ന് വായിച്ചത്. ആ ഒരു ലേവ്യനും രണ്ടുപേരും മാറി കടന്നുപോയി. ആ ചിന്താഗതി, നിന്റേതെല്ലാം നിന്റേതും എൻ്റേതെല്ലാം എൻ്റേതും. ഒന്ന് പറഞ്ഞാട്ട് ദൈവമക്കളെ ഒന്ന് ശബ്ദം ഉയർത്തുന്നേ. നിന്റേതെല്ലാം നിന്റേതും, അത് മാനുഷികം. ഒന്നാമത്തെ ചിന്താഗതി ഞാൻ പറഞ്ഞു, നിന്റേതല്ല എൻ്റേത്. നിന്റെ സ്വസ്ഥത, നിന്റെ സമാധാനം, നിന്റെ സമ്പത്ത്, നിന്റെ സൗഖ്യം, അത് അപകരിക്കുന്ന പിശാച്. അത് സാത്താന്യമാണ്. രണ്ടാമത്തെ ചിന്താഗതി, നിന്റേതെല്ലാം നിന്റേതും, നിന്റേതും എൻ്റേതല്ല, അതാണ് മാനുഷികം. നിന്റേതൊന്നും എനിക്കും വേണ്ട, എൻ്റേതൊന്നും. ഇതാണ് പെന്തക്കോസ്തുകാരുടെ ഇന്നത്തെ ചിന്താഗതി. സ്തോത്രമൊന്നും പറഞ്ഞില്ല. എന്നാൽ മൂന്നാമത് ചിന്താഗതിയുണ്ട്, നല്ല ശമരിക്കാരൻ്റെ ചിന്താഗതി. നിന്റേതൊന്നും എനിക്ക് വേണ്ട, എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു. ഓ, എനിക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ വേണ്ട. കുഞ്ഞെ, കർത്താവ് നിന്നെ സ്നേഹിച്ചത് നിന്റെ സ്തോത്ര കാഴ്ച കണ്ടല്ലെന്നേ. നിന്നിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചല്ല അവൻ നിന്നെ സ്നേഹിച്ചത്. മനുഷ്യനെല്ലാം സ്നേഹിക്കുന്ന എന്തെങ്കിലും പ്രതീക്ഷിച്ച അത് കിട്ടാതെ വന്നാൽ സ്നേഹം പോവും. കർത്താവ് നിന്നെ സ്നേഹിച്ചത് എന്തെങ്കിലും പ്രതീക്ഷിച്ചല്ല. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ കൈയടിച്ചേ, നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ. കൈയടിച്ചാട്ട്. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും. ശക്തിയോടെ, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. 1000 സ്തുതികൾ ഞാൻ കരുത്തിടും. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. 1000 സ്തുതികൾ ഞാൻ കരുത്തിടും. നമ്മുടെ ദൈവങ്ങളെ, നമ്മൾ വിചാരിക്കുന്നത് കർത്താവ് നമ്മളെ എവിടെ മുതൽ സ്നേഹിക്കാൻ തുടങ്ങിയെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്? പെന്തക്കോസ്തി വന്ന ശേഷമാണോ? രക്ഷിക്കപ്പെട്ട ശേഷമാണോ? അല്ല. കർത്താവിൻ്റെ ഫ്രോഡ് നോളജിൽ നീ എവിടെ ആയിരിക്കുന്നവനറിയാം. നിന്നെ അവൻ മുന്നമേ സ്നേഹിച്ചു. നിന്നെ അവൻ നോക്കി വെച്ചിരുന്നു. നിന്നെ അവൻ കണ്ടുവച്ചിരുന്നു. പോയിടത്തൊക്കെ നീ ചതഞ്ഞരഞ്ഞ തീരണ്ടിടത്ത് അവന്റെ കരം നിന്നെ താങ്ങിക്കൊണ്ടേയിരുന്നു. അവൻ എത്തും, നീ എവിടെ എത്തുമെന്ന് അവൻ അറിയാമായിരുന്നു. വായം തുറന്ന് കൈ ഉയർത്തിയ ശക്തിയോട്. ഈ നയമാനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അരാം രാജാവിന്റെ സൈന്യാധിപയ നയമാൻ മുഖാന്തരം ദൈവം ആരാമിന് ജയം നൽകി. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആരാം രാജാവിന്റെ സൈന്യാധിപൻ, അവന് ദൈവത്തെ അറിഞ്ഞുകൂടാ. അറിയാവോ പാസ്റ്ററെ? ഇല്ല. അവൻ ആരെയാ തോപ്പിച്ച? ഇസ്രായേലിനെ. ദൈവം അവർക്ക് ജയം കൊടുത്തുന്ന. നയമാന് ദൈവത്തെ അറിഞ്ഞുകൂടായിരുന്നപ്പോഴും അവനെ ദൈവം സ്നേഹിച്ചു. കാരണം ദൈവത്തിന് അറിയാമായിരുന്നു ഇവൻ എവിടെ എത്തുമെന്ന്. കുഞ്ഞെ, നീ രക്ഷിക്കപ്പെട്ട ശേഷമല്ല,
നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ നിന്നെ കണ്ടവൻ. നിന്നെ അവിടുന്ന് സ്നേഹിക്കാൻ തുടങ്ങിയതാ. അല്ല, എന്നേ നീ തീരേണ്ടതാ. ഇവിടെ ദൈവം നിന്നെ കൊണ്ടിരുത്തിയത് സ്പെഷ്യൽ ഗ്രേസ്. ഒരു കരം നിന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. കോരേശന്റെ ഇടയൻ, നീ എന്നെ അറിയാതിരിക്കാൻ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു. കണ്ടോ, കോരേശാര ജാതിയൻ, അവന് ദൈവത്തെ അറിഞ്ഞുകൂടാ, പക്ഷെ എൻ്റെ തെറ്റമെല്ലാം ചെയ്യുമെന്ന്. ഇതാ ദൈവ പദ്ധതി. നമ്മൾ വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. നോ 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 നോ. നീ അമ്മയുടെ ഒരു ഉദരത്തിൽ ഉരുവാകും മുമ്പ് നിന്നെ കണ്ടു. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ കയ്യടിച്ചേ, നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ. എന്നാവിതെങ്ങനെ മിണ്ടാതിരുന്നിടും, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. എന്നെ അനുദിനം വഴി നടത്തണേ, വീഴാതെ നിന്നരിത്തുവാൻ. എന്നെ അനുദിനം വഴി നടത്തണേ, വീഴാതെ അന്നു നിന്നരിക്കലെത്തുവാൻ. ആനന്ദമേകിടും ആത്മാവെ തന്നതാ, ആലംബമായിടും ആത്മാവെ തന്നതാ. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ശക്തിയോടെ ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമ്മൾ വിശ്വാസത്തിലായിട്ടല്ല, മുന്നമേ കണ്ടു, നോക്കി വെച്ചു. നയമാനെ, നിന്നെയും എന്നെയും ദൈവം നോക്കി വെച്ചതാണ്. ഞാൻ ഈ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പും ദൈവ തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ്. മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയതാണ്, ഊനമില്ലാത്തതാണ്, ഓരോ കുറവുമില്ലാത്തവനാണ്. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ എത്ര വട്ടം ഒരു ആപ്പിൾ 1 കിലോ വാങ്ങുമ്പോൾ അറിയും പെർഫെക്റ്റ്. കല്യാണം ആലോചിച്ചപ്പോൾ എന്തുമാത്രം സ്കൂട്ടി ചെയ്തില്ലേ, എന്നിട്ടും പറയുന്ന അബദ്ധം പറ്റിപ്പോയെന്നാ അല്ലേ? അബദ്ധം പലരും പറയുന്ന ഇവൻ ഇത്തരക്കാരനാന്ന് അറിഞ്ഞില്ല, ചതിക്കുമെന്ന്, പറ്റിക്കുമെന്ന്. ഭാര്യയും ഭർത്താവൊക്കെ പറയുന്നുണ്ട് ഇയാൾ ഇത്തരക്കാരനാന്ന് അറിഞ്ഞില്ലെന്ന്. മനുഷ്യരെല്ലാം തിരഞ്ഞെടുത്ത് അബദ്ധം പറ്റിയെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നതെന്നറിയാമോ? നിന്നെ തിരഞ്ഞെടുത്തതിൽ അവൻ അബദ്ധം പറ്റിയിട്ടില്ല, അബദ്ധം പറ്റിയിട്ടില്ല. കാരണം നീ ആരാണെന്ന് അറിഞ്ഞിട്ട് അവൻ നിന്നെ തിരഞ്ഞെടുത്തത്. ഓ, വാ തുറന്ന് ശക്തിയോട് സ്തോത്രം പറഞ്ഞേ. കുഞ്ഞെ, നിന്നെ തെരഞ്ഞെടുത്തതിൽ എൻ്റെ കർത്താവിന് അബദ്ധം പറ്റിയില്ല. നിന്റെ ശക്തിയും ശക്തിഹീനതയും, ബലവും ബലഹീനതയും അവൻ അറിയാം. മുഴുവൻ അറിഞ്ഞിട്ടും തന്നെ അവൻ തെരഞ്ഞെടുത്തേ. യോന വഴിതെറ്റുവെന്ന് ദൈവത്തിന് അറിയില്ലേ? പത്രോസ് തള്ളിപ്പറയുമെന്നറിയില്ലേ? ശൗൽ അനുസരണക്കേട് കാണിക്കുമെന്നറിയില്ലേ? യൂദാ ഒറ്റിക്കൊടുക്കുമെന്നറിയില്ലേ? അവൻ സർവജ്ഞാനിയല്ലേ? ഇതെല്ലാം അറിഞ്ഞിട്ട് തെരഞ്ഞെടുത്തു. ഭീമോനച്ചൻ്റെ ബലവും ബലഹീനത എൻ്റെ ദൈവത്തിനറിയാം. മറ്റാരുമാണ് നിന്നെ തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു. നിന്റെ സകല ബലഹീനതയും അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുത്തു. ദൈവമാണ് മക്കളെ നിന്നെ ഒന്നിപ്പിച്ചതെങ്കിൽ, നിന്റെ എല്ലാ ബലഹീനതയും അറിഞ്ഞുകൊണ്ടാണ് നിന്നെ കൂട്ടി യോജിപ്പിച്ചതെങ്കിൽ, സകല പ്രശ്നവും പരിഹരിപ്പാനോ ശക്തനായവനാണ്. അന്ന് ശക്തിയോട് സ്തോത്രം പറഞ്ഞേ. ലോകത്തിൽ ആരാണേലും നമ്മളെ തിരഞ്ഞെടുക്കില്ല, പെർഫെക്ഷനാണ് അവർ നോക്കുന്നത്. പക്ഷെ ദൈവം തമ്പുരാൻ്റെ തിരഞ്ഞെടുപ്പ്
ബലഹീനമായത്, കുലഹീനമായത്, നിഷ്ടമായത്, ഒന്നുമില്ലാത്ത. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വാക്യത്തിലേക്ക് വരാം. ഗൗരവമായ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ലോകത്തിൽ ആർക്കും അവിശ്വസ്തരെ വേണ്ട. ഒരിക്കൽ അവിശ്വസ്തനായവനെ വേണ്ട. വേണോ? ഒരിക്കൽ പരാജയപ്പെട്ടവനെ വേണ്ട. ഒരിക്കൽ തോറ്റവനെ വേണ്ട. ഒരിക്കൽ അവിശ്വസ്തത കാണിച്ചവനെ, ഒരിക്കൽ തോറ്റവനെ, ഒരിക്കൽ പരാജയപ്പെട്ടവനെ പിന്നാരും കൂടെ നിർത്തില്ല. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, നീയും ഞാനും പലവട്ടം തോറ്റിട്ടു. നമ്മളെ വേണ്ടെന്ന് അവൻ വെച്ചില്ല. അവൻ പരാജയപ്പെടുന്നവനെ ജയിക്കാൻ അയക്കുന്നവനാണ്. തോറ്റവനെ ജയിക്കാൻ അയക്കുന്നവനാണ് ദൈവം. കുഞ്ഞെ, നീ തോറ്റത് കൊണ്ട് അവൻ നിന്നെ കളയില്ല. അതുകൊണ്ട് എപ്പോഴും തോക്കണമെന്നല്ല. എൻ്റെ യേശുവിൻ്റെ സ്നേഹം ഞാൻ പറയാം. തോറ്റവനെയും പരാജയപ്പെട്ടവനെയും ആർക്കും വേണ്ടാത്തവനെയും അവൻ കൈവിടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അടുത്ത് പ്രസംഗിച്ചിട്ട് ഇരുന്നപ്പോൾ കരഞ്ഞുകൊണ്ടൊരു സഹോദരൻ പറഞ്ഞു, ഞാൻ ദൈവത്തോട് കൂടെ കൂടെ ചോദിച്ചു, അപ്പാ എൻ്റെ പുറയിലെന്താ നീ ഇങ്ങനെ നടക്കുന്നത്? എൻ്റെ പുറയിലെന്താ നീ നടക്കുന്നേ? കർത്താവിന് വേറെ ആരും ഇല്ലാഞ്ഞിട്ടാണോ നിന്റെ പുറയിൽ നടന്നേ? ഇവിടെ നീ പോയ എത്ര എണ്ണത്തിന് ദൈവത്തിന് കിട്ടും? ഒരു യോന പോയ എത്ര യോന? ഒരു പത്രോസ് പോയ എത്ര പത്രോസ്? ദൈവസ്നേഹം അറിയുമ്പോൾ നിന്റെ കണ്ണും ഹൃദയവും നിറയണം. അതുകൊണ്ട് കിട്ടുമ്പോഴല്ല സന്തോഷിക്കേണ്ടത്. ഒരു യൂദ പോയ എത്ര ഒരു പത്രോസ്, എത്ര പത്രോസ്? പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത നോക്കിയവനെ കിട്ടിയില്ലേലേ, കിട്ടിയവനെ ഉപയോഗിക്കുന്നവനല്ല കർത്താവ്. ആരെ അവൻ നോട്ടമിട്ടോ അവനെ പിടിക്കാതെ അവൻ മാറില്ല. ഈ പത്രോസ് കർത്താവിനെ പ്രാഗി, തള്ളി പറഞ്ഞത് പോട്ടെ, പ്രാഗി അല്ലേ? അങ്ങനല്ലേ? പ്രാഗുവാനും തള്ളി പറയാനും തുടങ്ങി. നീ എന്തിനാ എൻ്റെ കർത്താവിനെ പ്രാഗിയെ? ഞാൻ കരയും പാസ്റ്ററെ. വില കുറഞ്ഞ മീനിനെ തേടി നടന്നവനെ വിലയേറിയവനാക്കി അപ്പോസ്തലനാക്കി മാറ്റി. നിന്നെ തമ്പുരാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കി. കർത്താവിൻ്റെ കൂടെ നടന്നെല്ലാം കണ്ട നീ ഇപ്പം തള്ളിപ്പറഞ്ഞതുകൊണ്ട് പ്രാഗി. എൻ്റെ കണ്ണാണ്, മൂക്കാണ്, നാക്കാണ്, യെരൂശലേം പള്ളിയാണ്, ഞാനവനെ അറിയുന്നില്ല, അത് പൊക്കോട്ടെ, പ്രാഗി. യേശുവിനെ പ്രാഗിയിട്ട് പോയല്ലോ പറയും. നമ്മൾ വല്ലതും പോവും? ആ രാത്രി മുഴുവൻ കടൽക്കരയിൽ അവൻ നിന്നിരുന്നു. വന്നിരുന്നു നല്ലെന്നേ. ഞാൻ അവിടെയൊക്കെ പോയി, നിങ്ങൾ പോയിട്ടുണ്ടായി. ആ തടാകത്തിലൂടെയൊക്കെ നടന്നു, പാട്ടുപാടി, അവിടെ നിന്ന് പ്രസംഗിച്ചു. അവിടെ നിന്നപ്പോൾ ഈ രംഗം ഞാൻ ഓർത്തു. രാത്രിയിൽ യേശു കരയിൽ പറമകളെ നിന്നിരുന്നു. ആ മഞ്ഞ് മുഴുവൻ കൊണ്ട് പിന്മാറ്റക്കാരൻ പത്രോസിനെ നോക്കി കർത്താവ് നിന്നിരുന്നു. യേശു വിളിച്ച വിളിയുണ്ട്, കുഞ്ഞുങ്ങളെ. നമ്മളാണെ ചോദിക്കടാ പിന്മാറ്റക്കാരാ, കൂട്ടുവാൻ നല്ലതുകൊണ്ടോ? അവൻ പറഞ്ഞില്ല. നിന്നിരുന്നു, പുറകെ നടന്നു. 3 തവണ കർത്താവ് പുറകിന് നടന്നു. എനിക്കറിയില്ല, ഞാനിത് പ്രസംഗിക്കാനല്ല നിന്നെ, കർത്താവിൻ്റെ മടങ്ങിരോ പ്രസംഗിക്കാൻ നിന്നതാ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന പലരെയും കുറിച്ച്, നീ അവനെ വിട്ടകന്ന് ഓടിയപ്പോ അവൻ നിന്റെ പുറകെ നടന്നു. നമ്മുടെ പുറകെ നടന്ന് നമ്മെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. എത്ര തവണ കർത്താവിനെ വേണ്ടെന്ന് വെച്ചു? ദൈവത്തിൻ്റെ കൃപ വിട്ട് നമ്മൾ ഓടിയപ്പോഴേ ആ സ്നേഹം നമ്മളെ തേടി വന്നുകൊണ്ടിരുന്നു. കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവമക്കളായ നിങ്ങളെല്ലാം യങ്സ്റ്റേഴ്സാണ്. ഒരു മർമ്മം നിങ്ങളോട് പറയേണ്ടതുണ്ട്. ഈ മനോഭാവം നമ്മുടെ ഉള്ളിൽ കയറണം. ഞാൻ പറഞ്ഞു 3 മനോഭാവങ്ങൾ. ഒന്ന് പറഞ്ഞേ, എന്തോ മനോഭാവം പറഞ്ഞേ? പണ്ടൊരു കൊച്ചനെ സാധനം വാങ്ങാൻ കട വിട്ടു. അവിടെ ചെന്നപ്പോൾ അവനങ്ങ് മറന്ന് എന്തിനാ വന്നതെന്ന്. കടക്കാരൻ ചോദിച്ചു, നീ എന്തിനാടാ വന്നതെന്ന്. അവൻ പറഞ്ഞു, ഇയാൾ പറയുന്നു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇയാൾ പറ, ഞങ്ങൾ കേൾക്കാം.
കരയും ചിരിക്കുകയൊക്കെ ചെയ്യും. 3 മനോഭാവം. 1, നിൻ്റേതല്ല എൻ്റേത്. 2-ാമത്തേത് നിൻ്റേതും എൻ്റേതും. 3-ാമത്തെ മനോഭാവം നിൻ്റേതൊന്നും എനിക്ക് വേണ്ട. മക്കളെ ഇവിടെ ഇരുന്നോണം, നല്ല രണ്ടുപേരും ഇവിടെ നിന്നോണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പാട്ടുമുണ്ട്. ഈ മനോഭാവം മാനുഷികമാണ്. ദൈവിക സ്വഭാവം നിൻ്റേതൊന്നും എനിക്ക് വേണ്ട. നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കും. നീ എന്നോട് മിണ്ടിയാൽ ഞാൻ നിന്നോട് മിണ്ടും. നീ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നാൽ ഇല്ലേ നോക്കണ്ട. എന്നാൽ അകപ്പേ ദൈവസ്നേഹം അതല്ല. നീ മിണ്ടിയില്ലേലും ഞാൻ കയറി മിണ്ടും. നീ എന്നോട് സ്നേഹിച്ചില്ലേലും ഞാൻ നിന്നെ സ്നേഹിക്കും. അതാ ഞാൻ പറഞ്ഞോട്ട് സന്തോഷം. വായം തുറന്ന് ശക്തിയോടെ ദൈവത്തെ സൂചിച്ചേ. കയ്യൊന്നടിച്ചേ, എല്ലാവരും കരമൊന്നടിച്ച് ദൈവത്തെ സൂചിച്ചേ. ശക്തിയോടെ മക്കളെ, കർത്താവ് നമ്മെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. ആരാ വായിക്കുന്നത്? പെട്ടെന്ന് ഞാൻ കുറിച്ച് തരാൻ പറ്റുമോ? എങ്കിലും ആരെങ്കിലും ഒന്ന് വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. തീത്തോസ് 2:14. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. നാം സൽപ്രവർത്തികളിൽ കണ്ടോ, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി. കണ്ടോ, കർത്താവ് നമുക്ക് തന്നത് തന്നെ നമ്മൾ സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരാകാനാണ്. വേദവസം പറയുന്നത് എളിയവനെ ആദരിക്കുന്നവൻ അനർത്ഥ ദിവസത്തിൽ അവനവൻ്റെ കിടക്ക് മാറ്റി. എളിയവനോട് ദയ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നവൻ. ദൈവത്തിന് കടം കൊടുക്കുന്ന പരിപാടിയാണ്. കരുതലിൽ ഉണ്ടാകണം, പരസ്പര കരുതൽ. ഞാൻ നിങ്ങളോട് പറയാട്ടെ, നിങ്ങൾ നിങ്ങളുടെ തലമുറയെ കരുതാൻ പഠിപ്പിക്കണം. കുറച്ച് വന്യഭാഷയും പറഞ്ഞ് കൈ പഠിപ്പിച്ച് വാങ്ങിച്ചോ പിടിച്ചോ മേടിക്കോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. യോബിൻ്റെ മക്കൾ 7 ആൺപിള്ളാർ 3 പെൺപിള്ളാർ. 7 ആൺപിള്ളാരും ഓരോ ദിവസം ഓരോ വീട്ടിൽ പറയുന്നേ കൂടും. വായിച്ചിട്ടില്ലേ? എന്നിട്ട് എന്നാ ചെയ്യും? പെൺപിള്ളാരെ കാറയച്ച്, നമ്മുടെ ഭാഷ പറയാം, വരുത്തിക്കും. അപ്പോൾ 7 പിള്ളേരെ 7 വീട്ടിൽ സുഖ വെക്കണ്ടാലോ. കരുതാൻ പഠിപ്പിക്കണം. ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ ഒറ്റ അടിക്ക് വിഴുങ്ങാനല്ല പഠിപ്പിക്കേണ്ടത്, ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. ഈ സഹോദര സ്നേഹം വീട്ടിൽ നിന്ന് പഠിച്ചു വരണം. ഏറ്റവും ദൃഢമായ സ്നേഹം ആ സഹോദര സ്നേഹം. പക്ഷെ 2 സെൻറ്റ് സ്ഥലത്തിന് ഹൈക്കോടതി വരെ പോകുന്നവനുണ്ടെന്നേ ഉള്ളൂ. കരുതാൻ പഠിപ്പിക്കണം. ഇന്ദക്കോസി വന്നുകൊണ്ട് ഇതൊക്കെ കളയരുതെന്നേ. സഹോദര സ്നേഹം, അത് ഭയങ്കരമാണ്. കരുതൽ. എന്നെ നോക്കിയാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു സംഭവ കഥ. ചെറുപ്രായത്തിൽ 2 സഹോദരങ്ങളുടെ അപ്പം മരിച്ചു. ഒരു ചേട്ടനും അനിയനേ ഉള്ളൂ. കൃഷിക്കാരാണ് 2 പേരും. കൃഷി ചെയ്ത് കളപ്പുരയിലെല്ലാം കൂട്ടി വെച്ചിട്ട് കിടക്കുമ്പോൾ ചേട്ടൻ ഉറങ്ങുന്നില്ല. ചേട്ടൻ പറഞ്ഞു, എൻ്റെ അനുജൻ അവന് കുറവാണോ? ഒടുവിൽ ഈ ചേട്ടൻ ഒരു ചാക്ക് ധാന്യം കുത്തിക്കെട്ടി സ്വന്തം തലയിൽ ചുമടായി അനിയൻ്റെ കളപ്പുരയിലേക്ക് നടക്കുന്നു. കേട്ടിട്ടില്ലേ ഇത്? അപ്പോഴാണ് അനിയൻ അവിടെ കിടന്നിട്ട്, എൻ്റെ ചേട്ടൻ അവന് ഒരു ചാക്ക് എടുത്ത് ചുമന്ന് ചേട്ടൻ്റെ കളപ്പുര. എല്ലാ രാത്രി ഇതാ പണി. ചേട്ടൻ അനിയൻ്റെ കളപ്പുരയിൽ ഒരു ചാക്ക് കൊണ്ടുവെക്കും, അനിയൻ അറിയാതെ. അനിയൻ ഒരു ചാക്ക് എടുത്ത് ചേട്ടൻ്റെ കളപ്പുര. എല്ലാ ദിവസവും ഓരോ ചാക്ക് പോകുന്നുണ്ട്, പക്ഷെ കുറയുന്നില്ല. കൊടുക്കുന്നവന് കുറയില്ല കുഞ്ഞെ. നീ ഇതെല്ലാം വാരി കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒറ്റ കുത്തനെല്ലാം പോവും. ഒരു ദിവസം എന്തോ ലേറ്റായിപ്പോയി. അനിയൻ്റെ കലവറയിൽ കാൽപ്പരമാറ്റം ഏതോ തട്ടി വീഴുന്നു. ചെന്ന് നോക്കിയപ്പോൾ കട്ടളനാന്ന് വിചാരിച്ച് ചെന്നു വിളക്ക് കത്തിച്ചപ്പോൾ ചേട്ടൻ നിൽക്കുക, കരയാതെ, തലയിലൊരു ചുമട്.
ഇതാണ് കരുതൽ. ഇതാ കരുതൽ. ഞാൻ ഇവിടെ നിന്ന് ഇത് പറയേണ്ട കാര്യമില്ലും പറയാം. നിന്റെ സഹോദരൻ്റെ വീട്ടിൽ തീ കത്തിയോ എന്ന് അന്വേഷിക്കണം, പുക ഉയർന്നോ എന്ന് അന്വേഷിക്കണം. നിന്റെ കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിപ്പിച്ച സഹോദരി പുരന്നിറങ്ങി നിൽക്കുന്നു, കെട്ടിമേയാൻ ചോർന്നൊഴിക്കുന്ന വീട്ടിൽ കിടക്കുമ്പോഴേ ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം. അതാ ദൈവസ്നേഹം. അല്ല എനിക്കും എൻ്റെ പെണ്ണും പിള്ളയ്ക്കും പിള്ളേർക്കും എന്ന് പറയുന്നതല്ല. ഞാൻ ഏതോ ഒരു വിഷയം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പം റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും ലാപ്സായി കിടക്കുന്ന മണ്ണ എവിടെയാണെന്നറിയോ? പത്തനംതിട്ട. അവിടെ വരുന്ന എത്ര കോടിയാണെന്നറിയാം. അവകാശമില്ല. ഈ ബിജുക്കന്മാരൊന്നും കഴിച്ചുമില്ല, നോമിനിയും വെച്ചില്ല. ഞാൻ വല്ലതും ശരിക്കും കഴിയും. ഇന്ത്യയിലും 1-ാം സ്ഥാനം പത്തനംതിട്ട, ചായമാട് നാട്. 2-ാം സ്ഥാനം എവിടെയാണെന്നറിയാമോ? ഇന്ത്യയിൽ കോട്ടയം. ഇവിടെ ഗുജറാത്തിലൊക്കെ എത്ര ഓടിച്ചന്മാർ കിടക്കുക. ലാപ്സായ അവകാശികളില്ലാത്ത പണം. പക്ഷേ ഈ അച്ചായന്മാരോട് വല്ലോ ഏതെങ്കിലും പാവപ്പെട്ടവനൊരു വീട് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കൊച്ചിനെ വിട്ടോ നമുക്ക് ഉടനെ തോന്നുന്നു എല്ലാവർക്കും കൂടെ പിരിവിട്ട് പുള്ളിക്ക് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അത്ര ദാരിദ്ര്യ പറഞ്ഞത്. ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്നാ കാര്യം? ഏത് നിമിഷം ഇവിടുന്ന് പോകുന്ന അറിയില്ലെന്നേ. എപ്പം പോകും നമ്മൾ അറിയില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ പോകത്തില്ലെന്ന്. ഞാൻ ഈ ജീവാവസാനം ലോകാവസാനമൊക്കെ പ്രസംഗം പറയും. വല്ലവരുടെ മരണവാർത്തയൊക്കെ പറയുന്നത് ചെറുപ്പക്കാരൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു ഇത് പറയണം. നമ്മളിടയ്ക്ക് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കണം. ഈ നമ്മൾ വല്ലവരും നമ്മൾ ഈ പെട്ടിപ്പലയെ കയറി കിടക്കുന്നതും പഴയ തുടങ്ങി സ്പ്രേ അടിക്കുന്നതും പൗഡർ കുടഞ്ഞിടുന്നതും വല്ല ഭാവന കാണാറുണ്ട്. 1.5 പേര് രക്തത്തോൾ ജയം പറഞ്ഞു സ്വപ്നം കണ്ട. പക്ഷെ വല്ലപ്പോഴും കാണാം നമ്മൾ സ്പ്രേ അടിച്ചു കൊടുത്തില്ലേ, നമ്മൾ പൗഡർ കുടഞ്ഞിട്ടില്ലേ. ഒരിക്കൽ നമുക്ക് വിട്ടു തരേണ്ടി വരുമെന്നേ. നമ്മൾ ഈ ചവടക്കിന് പോവും. ഇവിടെ ആണ് പിന്നെ ബോട്ട് കേട്ടാണ് അവരെന്നല്ലേ, ബോട്ടൊക്കെ കേട്ട. അപ്പോൾ ഇങ്ങനെ ഡെഡ് ബോഡി കിടക്കുന്നു, വരുന്നു നോക്കുന്നു. നിപ്പും പോക്കും വരവൊക്കെ കണ്ട IAS വന്നിരിക്കുന്നവല്ല. ഇത് കണ്ടുകൊണ്ട് ഒരു ദൈവദാസം ഒരു പണ്ഡിതൻ എഴുതി, നാളത്തെ ഡെഡ് ബോഡി ഇന്നത്തെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നെന്ന്. ഇനിയും കൂടെ ഓർത്തോണം, നാളത്തെ ഡെഡ് ബോഡിയാ ചിലർക്കൊന്നും പേടിയാന്ന് തോന്നുന്നു. ഈ ഗമയെ വന്ന് നോക്കിയിട്ട് പോകുന്നത് ഇത്രയേ ഉള്ളന്നേ. നന്മയുക കൂട്ടായ്മ. ഞാൻ ഒത്തിരി കൃപയാ കേരളത്തിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ അവസാനം ഈ മക്കളോട് പറയും, മക്കളെ ആരും പറയാത്ത കല്യാണത്തിനൊന്നും ആരും എവിടെ പറയും. ഞാൻ പറയും, മക്കളെ ദൈവസ്ഥലം ഒരിക്കൽ നിങ്ങളിങ്ങനെ നിൽക്കേണ്ടി വരും. എല്ലാറ്റിനും ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും. അന്ന് ദൈവം നിങ്ങളോട് ചോദിക്കുന്ന എത്ര ന്യൂ ബാൻഡ് കാർ വാങ്ങിയെന്നല്ല, എത്ര പുതിയ വീടുകൾ വാങ്ങിയെന്നല്ല, നിന്റെ ജീവിതയാത്ര എത്ര പേരുടെ കണ്ണുനീരൊപ്പാൻ നിനക്ക് കഴിഞ്ഞെന്നാണ്, എത്ര പേരുടെ വിശപ്പടക്കാൻ കഴിഞ്ഞെന്നാണ്, എത്ര പേരെ യേശുവിനായി നേടിയെന്നാണ്, എത്ര മണിക്കൂർ ദൈവത്തിലിരുന്നെന്നാ. കേട്ടോ മകളെ, ഇതൊക്കെയൊക്കെയാ കണക്ക്. മറ്റെല്ലാം അഴിയും. ഇവിടെ ഞാൻ വെറുമോ ഒരു പരദേശി പോൽ. കൈയടിച്ചേ. ഇവിടുത്തെ പാർപ്പിടമോ. കൈയൊന്നും കെട്ടിയില്ല. ഓ, ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ. ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലോ. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും ഇണയാകുമേശുവോട് ചേർന്നാൽ മതി. ഇണയാകുമേശുവോട് ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഒരിക്കൽ പാപാന്തകാര കുഴിയാൽ ഞാൻ മരിച്ചവനായി കിടന്നു
ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ ശക്തിയോടെ മതി. മേലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. മായാസുഖം വിട്ടാൽ മതി. കള്ളന്മാർ അവനോട് ചെയ്തവർ അവനെ അടിച്ചു. നമുക്ക് വേഗത്തിൽ തീർന്നമല്ലോ. അവൻ്റെ വസ്ത്രം അപഹരിച്ചു, മുറിവേൽപ്പിച്ചു, കൊള്ള ചെയ്തു. നന്മ അപഹരിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന, സ്വസ്ഥത കളയുന്ന, സമാധാനം കളയുന്ന ലോകത്ത് ആശ്വസിപ്പിക്കുന്ന, വിടുവിക്കുന്ന, മുറിവ് കിടക്കുന്ന, സംരക്ഷിക്കുന്ന കർത്താവിൻ്റെ കരം നിന്നോട് കൂടെയുണ്ട്. കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്വാതന്ത്ര്യം. അവിടെ എതിരിക്കുന്നവർ അവനെ അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. എന്നെ ശ്രദ്ധിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ തീർന്നെന്നവൻ ചിന്തിച്ചു, അവസാനിച്ചും ചിന്തിച്ചു. രാത്രി ഇവിടെ വന്ന് നിങ്ങളോട് ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, ലോകം തീർന്നെന്ന് വിധി എഴുന്നിടത്ത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ആരംഭിക്കുന്നവനാണ്. ഓ, കൈയടിച്ച് വാ തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. എത്ര തവണ നീ തീർന്നെന്നോ, പിശാച് വിധി എഴുതിയിടത്ത് നിന്ന് ദൈവം നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നെങ്കിൽ അവസാനിച്ചെന്ന് ചിന്തിക്കുന്നിടത്ത് ആരംഭിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ പിശാച് പറഞ്ഞ് തീർന്നെന്ന്, കർത്താവ് പറഞ്ഞില്ല മോനെ, തീർന്നിട്ടില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. Man's extremity is God's opportunity. മനുഷ്യന്റെ പരമാവധി ദൈവത്തിന്റെ അവസരമായിരിക്കും. അവസാനിച്ചെന്ന് നിനക്ക് തോന്നുന്നത് അവൻ ആരംഭിക്കുന്നവനാണ്. അവന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ 2020 നിങ്ങൾ കേട്ട, നിങ്ങൾ എനിക്ക് ഇവിടെ പ്രാർത്ഥിച്ചതിൽ ഹൃദയംഗമായി നന്ദി. നേരി കണ്ട് നന്ദി പറയാൻ ദൈവം കൊണ്ടുവന്നല്ലോ. 2021 കാർഡിയാക് അറസ്റ്റ് വന്ന് ഞാൻ ലോകത്തോട് യാത്രയോളം ചിന്തിച്ചതാ. അതിനുശേഷം 3 തവണ മെഡിക്കൽ അലർജിയായി, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. മെഡിസിൻ അലർജിയായി, അവിടെയും കൊളാപ്സായി. UK വരാൻ കൊച്ചി എയർപോർട്ടിലെത്തിയ ഒരു പെങ്കൊച്ച് അവിടെ കുഴഞ്ഞു വീണ് മരിച്ചില്ലേ, ഏതാണ്ട് ഇല കടിച്ചെന്ന്. അന്ന് രാവിലെയാണ് എനിക്ക് ഒരു മെഡിക്കൽ അലർജി ഉണ്ടായത്. ഓസ്ട്രേലിയയിൽ പ്രസംഗിച്ചിട്ട് വന്നിട്ട് അടുത്ത ആഴ്ച മസ്കറ്റിൽ പോകാണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇവിടെ കഴിഞ്ഞിട്ട് എനിക്ക് ബഹറിലാണ് പ്രസംഗിക്കാൻ പോകുന്നത്. തീർന്നെന്ന് വിചാരിച്ചു. പക്ഷെ തമ്പുരാൻ്റെ പ്രോഗ്രാം ഡയറി ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എത്ര രാജ്യങ്ങളിൽ നിന്നും വിജയായി തീർന്നെന്ന് പറഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞില്ല, തീർന്നില്ല, തീർന്നില്ല, തീർന്നില്ല. തീർന്നെന്ന് സാത്താൻ വിധി എഴുതുമ്പോൾ കർത്താവ് പറയും തീർന്നിട്ടില്ല. മക്കളെ കൈയടിച്ചോ, ശക്തിയോടെ ദൈവത്തിന് വാഗ്ദത്തം പറഞ്ഞുകൊണ്ട് പറ, ദുഷ്ട പിശാചേ, നീ എന്നെക്കുറിച്ച് തീർന്നെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം പറയും എൻ്റെ അവസരം ആയിട്ടേ ഉള്ളൂ, തുടക്കമേ ഉള്ളൂ. ഹല്ലേലൂയ, ശക്തിയോടെ. മനുഷ്യൻ അവസാനിച്ചും ചിന്തിക്കുന്നുണ്ട്, ദൈവം ആരംഭിക്കുന്നവനാണ്. സ്തോത്രം, 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 സ്തോത്രം. ഈ നല്ല ശമര്യക്കാരൻ തക്ക സമയത്തെത്തി. അതൊക്കെ വലിയ മർമ്മങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അർത്ഥപ്രാണനായിട്ടേച്ചു പോയി, മരിച്ചെന്ന് വിചാരിച്ചിട്ട് പോയി. പക്ഷെ അവിടെ നല്ല 2 പേര് വന്നിട്ട് അവർ വഴിമാറി കടന്നുപോയി. നല്ല ശമര്യക്കാരൻ തക്ക സമയത്ത് വന്നു. നിന്നോട് ദൈവാത്മാവ് ഞാൻ പറയാം, നമ്മുടെ കർത്താവ് ഒരിക്കലും നേരത്തെ വരില്ല, ഒരിക്കലും താമസിച്ചു വരില്ല. അവൻ തക്ക സമയത്ത് ഇറങ്ങി വരും. നീ ദൈവത്തിൽ ചില കാര്യങ്ങൾക്കൊക്കെ കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ചോദിക്കുന്നുണ്ട്, എന്താ കർത്താവ് താമസിക്കുന്നതെന്ന്. രാത്രിയിൽ പരിശുദ്ധാത്മാ പറയുന്നു, താമസിക്കുന്നില്ല, താമസിച്ചിട്ടില്ല. ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വരും, നിശ്ചയം. താമസിച്ചാലും വരും. God on time. നമ്മുടെ ദൈവം കൃത്യസമയത്ത് വരുന്നവനാണ്, തക്ക സമയത്ത് വരുന്നവനാണ്. നിന്നെ നിന്ദിക്കുന്നത് താമസിച്ചതല്ല. എത്രയോ തവണ ദൈവം തക്ക സമയത്ത് ഇറങ്ങി, തക്ക സമയത്ത് ഇറങ്ങി. മോശക്കുഞ്ഞിനെ നീലനദിയിൽ വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ ചീങ്കണ്ണികളുടെ വികാരരംഗമാണ്. നൈൽ നദിയിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൈവഴികളിൽ ഞാങ്ങണ ചെടികൾ വളരുന്നു, അവിടെ ചീങ്കണ്ണികളുണ്ട്. മനുഷ്യ മാംസഗന്ധം അടിച്ചാൽ ഉടനെ പെട്ടി തകർത്തിതിനെ തട്ടിക്കൊണ്ടുപോകും. പക്ഷെ നമ്മൾ വായിക്കുന്ന, അപ്പോൾ ആര് വന്നെന്ന? ഫറവോന്റെ പുത്രി, അവൾ ഫറവോന്റെ പുത്രി. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച പോലെ അവന്റെ പെങ്ങൾ നോക്കി നിൽക്കുക, എന്തു ഭവിക്കും? അപ്പോഴാണ് ആര് വരുന്നത്? പിശാച് ഒരുക്കിയ പദ്ധതി, ചീങ്കണ്ണി വിഴുങ്ങിയില്ലെങ്കിൽ
ഫറവോന്റെ പുത്രി തീർക്കണം. സെക്കൻഡ് ചാൻസ്. എന്നാൽ അവൾക്ക് അവനോട് കരുണ തോന്നി. ചീങ്കണ്ണിയോട് തമ്പുരാൻ കൽപ്പിച്ച് തൊട്ടുപോകരുതെന്ന്. അതേ തമ്പുരാൻ ഫറവോന്റെ പുത്രിയോട് കൽപ്പിച്ച് തൊട്ടുപോകരുതെന്ന്. നിനക്ക് വേണ്ടി അവൻ അധികാരിയോട് കൽപ്പിക്കും, ചീങ്കണ്ണിയോട് കൽപ്പിക്കും, നിന്റെ മേലുദ്യോഗസ്ഥനോടും ഉദ്യോഗസ്ഥയോടും അവൻ കൽപ്പിക്കും. വാ തുറന്ന് കൈയടിച്ച ശക്തിയോട് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, അവൻ എനിക്ക് വേണ്ടി കൽപ്പിക്കും, തൊട്ടുപോകരുതെന്ന്. സമയത്ത് ഇറങ്ങി വരും അവൻ സകലവും. ബാക്കി പറയാവോ? അവൻ സകലവും അതാതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. പ്രോപ്പർ ടൈം, ഇൻ ഹിസ് ടൈം. അവന്റെ സമയമുണ്ട്, അവൻ നന്നായി ചെയ്യും. അത് യോസഫ് സഹോദരന്മാരുടെ ക്ഷേമനുഷ്യെന്നു അവർക്ക് ഭക്ഷണവും കൊടുത്തു. അവർ വാങ്ങി തിന്നിട്ട് യോസഫിനെ പിടിച്ചവിടെ ഇട്ടു, പൊട്ടക്കല്ലിട്ടു. അത് തിന്നിട്ട് അവർ എഴുന്നേറ്റ് പോയി കഴിഞ്ഞ് മിദ്യാന കച്ചവടക്കാർ വന്നിരുന്നെങ്കിൽ കച്ചവടം നടക്കുമോ? ഇല്ല. ഇതിനു മുമ്പ് യോസഫിനെ കിണറ്റി ഇടുന്നതിന് മുമ്പ് കച്ചവടക്കാർ ആ വഴി പോയിരുന്നെങ്കിലോ? നിങ്ങളെന്താ അനങ്ങാത്ത? ദൈവത്തിന്റെ ടൈമിങ് നോക്കിയേ. നേരത്തെ വന്നില്ല. ഇവൻ ഇവിടെ കിടക്കുമ്പം അവരെ ഇതുവഴി കൊണ്ടുവന്നു. നീ ചിന്തിക്കുന്ന ചെറുത് യാദൃശ്യമെന്നാ, എന്നാൽ ദൈവത്തിന് വേണ്ടിയുള്ള നിന്റെ കരുതലുകളാണവാ. ഓഹോ റോഡാമാറുകോനിയ. നീ ചിന്തിക്കുന്നതല്ല യാദൃശ്യം. നോ കുഞ്ഞേ, ഇതെല്ലാം ദൈവത്തിന്റെ കരുതലാണ് നിന്നോടുള്ളത്. ഞാൻ പല വേദിയിൽ പ്രസംഗിച്ചു. യോസഫിനെ പൊട്ടക്കിണറ്റിൽ പിടിച്ചിടാൻ ആലോചന പറഞ്ഞത്. അവിടെ ഇട്ടേക്കാം. കൊല്ലാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു കൊല്ലണ്ട, നമുക്ക് അവിടെ ഇട്ടേക്കാം. ആരാ പറഞ്ഞേ? രൂപേൻ. മിദ്യാന് കച്ചവടക്കാർ വന്നപ്പോൾ അവനോടെ പോയി. എവിടെ പോയി? കാട്ടിലെവിടെ പോനാ? ദൈവം മാറ്റി. രൂപേനെ നീ രക്ഷിച്ചാൽ എവിടെ അവർ രക്ഷിക്കും? തിരിച്ച് അപ്പൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. നീ സഹോദരന്മാർ കാണാതെ ഒളിച്ചും പാത്തുവിനെ പിടിച്ച് എങ്ങനെയും അപ്പൻ്റെ അടുക്കലോട്ട് വിടും. പക്ഷെ തെമ്പുരാൻ അവനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് തിരിച്ചതുപോലെ കൊണ്ട് കയറ്റാനല്ല, സിംഹാസനത്തിക്കാനാ. അതിന് നിന്റെ സഹായമൊന്നും വേണ്ട. നിന്നോട് നമ്മുടെയൊക്കെ ചെറുപ്രായം നമ്മളൊക്കെ ഇതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ട് പ്രസംഗിക്കുക. എത്രയോ പേര് സഹായിക്കുമെന്നൊക്കെ ചിന്തിച്ചില്ലേ നീ പഠിച്ചപ്പോൾ? മക്കളും അപ്പനോട് ചോദിച്ചാൽ മതി, അമ്മയോട് ചോദിച്ചാൽ മതി. കണ്ടും കാണാതെയും പലരും പോയി, പലരും കൈ ഒഴിഞ്ഞു. സഹായിക്കാവും കരുതുന്നവരൊക്കെ പോയി കൈ ഒഴിഞ്ഞു. നിന്റെ തലമുറ എവിടൊക്കെ എത്തിക്കുമെന്നൊക്കെ ചിന്തിച്ചവരൊക്കെ കൈവിട്ടപ്പോഴേ നീ ചിലപ്പോഴൊക്കെ കരഞ്ഞില്ലേ, ഭാരപ്പെട്ടില്ലേ? ഇന്ന് രാത്രി പറയാം, അവരൊക്കെ കൈ ഒഴിഞ്ഞ നല്ലതിനാ. അവരാരുമല്ല നിന്നെ ഉയർത്തിയത്, സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തിയത് വരണം. ഇന്ന് കൈയടിച്ച് ശക്തിയോട് ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവർ നിന്നെ കൈവിട്ടെങ്കിൽ നല്ലതിനാ കുഞ്ഞെ. അല്ലെ അവര് പറഞ്ഞനെ നിന്നെ അവരാളാക്കിയെന്ന്. നിന്നെ അവരാരുമല്ല ഉയർത്തിയത്, ദൈവം നിന്നെ ഉയർത്തിയെന്ന് വരണം. നിന്റെ തലമുറയെ ദൈവം ഉയർത്തണം. തക്ക സമയത്ത് നല്ല ശബരിക്കാരനെത്തി. നമ്മുടെ കർത്താവ് തക്ക സമയത്ത് വരും. കള്ളന്മാർ അവനെ അടിച്ചു, വസ്ത്രം അവഗണിച്ചു, മുറിവേൽപ്പിച്ചു, കൊള്ള ചെയ്തു, അർത്ഥപ്രാണം വിട്ടേച്ചു പോയി. നല്ല ശമരിക്കാരൻ അവനെ കണ്ടു, അവൻ്റെ അടുക്കലെത്തി, അവനോട് ദയ തോന്നി. മുറിവുകളിൽ എണ്ണയും വീഞ്ഞും പകർന്നു, മുറിവുകളെ കിട്ടി, തൻ്റെ വാഹനമൃഗത്തിൽ അവനെ കയറ്റി. അയാൾ നടന്നു. ശ്രദ്ധിക്കണം, വഴിയമ്പലത്തിൽ കൊണ്ടുവന്ന് ആക്കി. ആ രാത്രി അവനോടൊപ്പം ചെലവിട്ടു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അവനെ വഴിയമ്പലക്കാരനെ ഏൽപ്പിച്ചു. 2 വെള്ളിക്കാശ് കൊടുത്തു. ഇതുകൊണ്ട് അവനെ രക്ഷയണമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, അധികം വല്ലതും ചെലവിട്ടാൽ പറഞ്ഞാട്ട് ഞാൻ മടങ്ങി വരുമ്പോൾ കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യും. ഒന്നേ, ഈ നല്ല ശബരിയക്കാരൻ തക്ക സമയത്തെത്തി. നമ്മളെയൊക്കെ വിടുവിപ്പാൻ കർത്താവ് തക്ക സമയത്ത് ഇറങ്ങി വന്നു. അല്ലേ, നമ്മളാരും ഇവിടെ കാണുന്നില്ലായിരുന്നു. അന്ന് നമ്മുടെ പിതാക്കന്മാരെയൊക്കെ തക്ക സമയത്ത് കർത്താവ് രക്ഷിച്ചു. 2,
രക്ഷിച്ചവനെ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല, എത്തിക്കേണ്ടത് എത്തിക്കുന്നവനാണ്. നിങ്ങൾ ശക്തിയോട് ദൈവത്തിന് സ്ഥാപിച്ചു. പഴയ നിയമത്തിൽ നമ്മുടെ കർത്താവ് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ ഇസ്രായേലിന്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു. ഇവിടെ നിലവിളി ഞാൻ കേട്ടു. അവരെ ഈ ഫറവോന്റെ ഇരുമുഖത്തിൽ വിടുവിപ്പാനും പാലും തേനും ഒഴുകുന്ന കനാനിൽ അവരെ കൊണ്ടെത്തിക്കുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ഗോഡ് ഈസ് ഓതർ ആൻഡ് ഫിനിഷർ. എൻ്റെ കർത്താവ് ഒരു കാര്യം ആരംഭിച്ചാൽ പാതി വഴിയിൽ അവൻ നിർത്തുന്നവനല്ല, അവൻ ഫിനിഷറാണ്. അതവൻ പൂർത്തീകരിക്കും. ഇത്രവർക്ക് ശക്തിയോട് വാതുറന്ന സ്തോത്രം. നീ കർത്താവിനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പാതി വഴിയിൽ അവൻ ഇട്ടച്ചു പോകുന്നവനല്ല, അവൻ പൂർത്തീകരിക്കുന്നവനാ. കൈയടിച്ച ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചേ. നീ കർത്താവിനെ ഒരു കാര്യം ഏൽപ്പിച്ചെങ്കിൽ അവൻ അത് ഇട്ടച്ചു പോകുന്നവനല്ല, നീ ഏൽപ്പിച്ച കാര്യം പൂർത്തീകരിക്കും. ഫിനിഷറാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് രൂത്തിനോട് അമ്മായി പറഞ്ഞു, മകളെ ഈ വിഷയത്തിൽ നീ മിണ്ടാതിരിക്കുക, ഈ കാര്യം തീർക്കുവോളും അയാൾ മൗനമായിരിക്കില്ല. നീ കർത്താവിനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നീ പിന്നെ ആകുലപ്പെടേണ്ട, അത് കർത്താവ് തീർത്തോളും. നല്ല ശമര്യക്കാരൻ രക്ഷിച്ചവനെ എവിടെ കൊണ്ടാക്കി? വഴിയമ്പലത്തിൽ കൊണ്ടാക്കി. വഴിയമ്പലം ദൈവസഭയാണ്. രക്ഷിച്ചിട്ട് വഴിയിലിട്ടിട്ട് പോകുന്നില്ല, വഴിയമ്പലത്തിൽ കൊണ്ടാക്കി. അവനോട് പറഞ്ഞ് രക്ഷ ചെയ്യണം. എന്നെ ശ്രദ്ധിച്ചേ, വഴിയമ്പലം ദൈവസഭ. ദൈവസഭ മുറിവേറ്റവനെ രക്ഷ ചെയ്യുന്നിടമാണ്. ദൈവസഭ മുറിവ് കെട്ടുന്നിടമാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്, പക്ഷെ പരിശുദ്ധാത്മാ മുമ്പേ നിങ്ങളോട് ഇതൊക്കെ പറയാം. ദൈവസഭ കൊള്ളയപ്പെട്ടവനെ വീണ്ടും കൊള്ളയുന്നിടമല്ല. ദൈവസഭ മുറിവേറ്റവനെ വീണ്ടും മുറിവേൽപ്പിക്കുന്നിടമല്ല. ദൈവസഭ മുറിവേറ്റവന്റെ മുറിവ് കെട്ടുന്നിടമാണ്. ഈ ചർച്ചിനോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ഇതിനകത്ത് വരുന്നവൻ ആശ്വാസം ലഭിക്കണം, കുളിർമ ലഭിക്കണം, സന്തോഷം ലഭിക്കണം. കരമടിച്ച ശക്തിയോട് ദൈവത്തെ മഹത്വപ്പെടുത്ത സഭ വീഞ്ഞു വീടാണ്. ഇതിനകത്ത് കുളിർമ ലഭിക്കണം. ഓ ശക്തിയോട് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ച് എന്താണ് നമ്മൾ വായിക്കുന്നത്? Song of Solomon 2:4, chapter 2:4. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഒത്തിരി വലിയ ജനസംഘത്തെ നോക്കി പ്രസംഗിത്തോടെ ഞാൻ പറയാം, ദൈവസഭ വീഞ്ഞു വീടാണ്. ദൈവസഭ സ്നേഹക്കൊടി പിടിക്കുന്നിടമാണ്. ഇതിനകത്ത് സന്തോഷത്തിന്റെ, സ്വസ്ഥതയുടെ, ആശ്വാസത്തിന്റെ ശബ്ദങ്ങളെ കേൾക്കാവുള്ളൂ. ഒന്ന് കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. നമ്മുടെ ചർച്ചിനകത്ത് ഒരാൾ വന്നാൽ വന്നുപോയല്ലോ എന്ന് പറയരുത്, നേരത്തെ വരാൻ കഴിഞ്ഞില്ല എന്ന് പറയണം. ഇതിനകത്ത് ശക്തിയോടെ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ. നമ്മുടെ ആരാധനാ ഹാളിൽ ഒരാൾ വന്നാൽ പരാതി പറച്ചിലും പരിദേവനവും കുറ്റപ്പെടുത്തലുമല്ല ഇതിനകത്ത് കേൾക്കേണ്ടത്. ഇതിനകത്ത് വരുന്നവൻ പറയണം, ഭൂമിയിൽ ഇത്രയും സന്തോഷം അനുഭവിക്കുന്ന രംഗമില്ല, ഇവിടെ നേരത്തെ വരാനൊത്തില്ലോ എന്ന് പറയണം. സഭ വീഞ്ഞു വീടാണ്. ഇത് ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കപ്പെടാൻ ദൈവം ഏൽപ്പിച്ച ദൂതാണ്. സഭ വീഞ്ഞു വീടാണ്. സഭ മുന്തിരിത്തോട്ടമാണ്, അല്ലേ? സ്തോത്രം. യെശയ്യാ 5:1, ഞാൻ എൻ്റെ പ്രിയതമന്, എൻ്റെ പ്രിയന്റെ തോട്ടത്തെ കുറിച്ച്, മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പാട്ടുപാടും. യോഹന്നാൻ 5:1, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും തോട്ടക്കാരനുമാകും, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ ഞാൻ വെട്ടിക്കളയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സഭ എന്താണ്? മുന്തിരിത്തോട്ടം. അതാ ഞാൻ പറഞ്ഞ ഞെക്കിപ്പിഴിയുമ്പോഴും രസമേറി വീഞ്ഞു നൽകുന്ന മുന്തിരിത്തോട്ടം. ഞാൻ ഒന്നുകൂടെ പറയാം, സഭ വനമല്ല, സഭ തോട്ടമാണ്. അതെല്ലാവരും പഠിച്ചോണം. വനത്തിൽ എല്ലാം വളരും, എന്നാൽ തോട്ടത്തിൽ നട്ടതേ വളരത്തുള്ളൂ. അതാണ് സങ്കീർത്തനൊക്കെ പറഞ്ഞു, നിന്റെ ദൈവത്തിന്റെ തോട്ടത്തിൽ നടുതലയായവർ ഭാഗ്യവാന്മാർ. ഇതൊക്കെ പോലെ പഠിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിഞ്ഞു കയറി വന്നവരല്ല, ദൈവം നിങ്ങളെ തടമെടുത്തിനകത്ത് നട്ടതാ. സഭ
വനമല്ല, തോട്ടമാണ്. സഭ റബ്ബറിൻ തോട്ടമല്ല, ചീരത്തോട്ടമല്ല, ചെറുതനക്കൂട്ടമല്ല. ഇത് റബ്ബറിൻ തോട്ടമല്ല, ഇത് മുന്തിരി തോട്ടമാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചോളൂ, വനത്തിലെല്ലാം വളരും, പക്ഷേ തോട്ടത്തിൽ നട്ടതേ വളരത്തുള്ളൂ. വനത്തിൽ സ്വാഭാവികമായി വളരുന്നു, എന്നാൽ തോട്ടത്തിൽ നട്ടു പരിപാലിക്കുന്നത് വളരുന്നു. വനത്തിന് സംരക്ഷണം ആവശ്യമില്ല, വേലികെട്ടൽ ആവശ്യമില്ല. എന്നാൽ തോട്ടത്തിന് സംരക്ഷണം ആവശ്യമുണ്ട്, വേലികെട്ടൽ ആവശ്യമുണ്ട്. വനം അങ്ങ് കാറി കയറി കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വനത്തിന് വേലിയില്ല, തോട്ടത്തിന് വേലിയുണ്ട്. വനത്തിൽ കളപറച്ചിലില്ല, തോട്ടത്തിൽ കളപറച്ചിലുണ്ട്. വനത്തിന് വളവിടിയിലില്ല, തോട്ടത്തിൽ അതാ ഈ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, 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 സ്തോത്രം. വനത്തിന് ഗവൺമെൻറ് ഉടമസ്ഥൻ കാണും, പക്ഷെ തോട്ടത്തിന് അതുപോലല്ല. ഓരോ ഉടമസ്ഥനുണ്ട്. നീ അനാഥനല്ല, നിനക്കൊരു ഉടമസ്ഥനുണ്ട്. സഭ വീഞ്ഞു വീടാണ്. പക്ഷെ സങ്കടമാണ് നമ്മുടെ കേരളത്തിലേക്ക് വാർത്ത. സഭ സംരക്ഷിക്കപ്പെടുന്നിടമാണ്. സഭ കരയുന്നവന്റെ കണ്ണുനീരൊപ്പുന്നിടമാണ്. സഭ മുറിവേറ്റവന്റെ മുറിവ് കെട്ടുന്നിടമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോണം ദൈവമക്കളെ. ഇതിനകത്ത് വരുന്നവന്റെ മുറിവ് കെട്ടപ്പെടണം, ആശ്വാസം കിട്ടണം. ഒരു സ്വസ്ഥതയില്ല അതിനകത്ത് വന്ന് കയറുമ്പോഴേ ആ പാട്ടും ആരാധനയും നമ്മളെ സ്വസ്ഥത നൽകണം. ഞാൻ കൂടെ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറയാം, നമ്മളെല്ലാം ഹൃദയമായി ദൈവത്തോട് പ്രാർത്ഥന. കർത്താവേ, ഞാൻ നിമിത്തം ആരും കൃപ വന്നില്ലേലും ഞാൻ നിമിത്തം ഒരാൾ പോലും കൃപയെന്ന് പോകാനിട വരരുത്. മുറിവ് കെട്ടുന്നിടമാണ്. എന്താണ് വീഞ്ഞിന്റെ പ്രത്യേകത? അവൻ വീഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീഞ്ഞ് നോക്കിക്കേ, ന്യായാധിപന്മാർ 9:12-13 ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്നതാണ് വീഞ്ഞ്. കുറിച്ചെടുത്താൽ മതി, വീട്ടിൽ പോയി വച്ചാലും മതി. സ്തോത്രം. ഉത്തമഗീതം 2:4-5 ഹൃദയത്തെ ശക്തീകരിക്കുന്നതാണ് വീഞ്ഞ്. ലൂക്കോസ് 10 ഇപ്പം നമ്മൾ വായിച്ചു, നല്ല ശമര്യക്കാരൻ മുറിവേറ്റവൻ എണ്ണയും വീഞ്ഞും. മുറിവ് കെട്ടുന്നതാണ് വീഞ്ഞ്. സ്തോത്രം. സങ്കീർത്തനം 104:15 അവൻ മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും ഉത്ഭവിപ്പിക്കുന്നു. അപ്പോൾ ഒന്ന്, ദൈവത്തെയും മനുഷ്യനെ ആനന്ദിപ്പിക്കുന്നത്, ഹൃദയത്തെ ശക്തീകരിക്കുന്നത്, മുറിവുണക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത്. ഇന്ന് സഭകളിൽ സമാധാനമില്ല, ഭരണാധികാരിക്ക് സ്വസ്ഥതയില്ല, നാട്ടുകാരിടപെടേണ്ട അവസ്ഥയാണ്. സ്തോത്രം. എന്നാൽ സഭ വീഞ്ഞു വീടാണ്. അതല്ലാത്തൊന്നും തവയല്ല. സഭ മുന്തിരിത്തോട്ടമാണ്. സഭ സമാധാന സ്ഥലമാണ്. നിന്റെ ചർച്ചിൽ നിനക്ക് ആശ്വാസം, കുളിർമയും ലഭിക്കണം. നല്ല ശമര്യക്കാരൻ ഈ വഴിയമ്പക്കാരനെ ഏൽപ്പിച്ച് പറഞ്ഞു, രക്ഷ ചെയ്യണം. എന്നിട്ട് അയാൾ പറഞ്ഞു, അതാ പറഞ്ഞ നമ്മുടെ കൺക്ലൂഷൻ, ഇവനെ രക്ഷ ചെയ്യണം. ഇവന് വേണ്ടി അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരും. ഈ നല്ല ശമര്യക്കാരൻ പറഞ്ഞു, ഞാൻ മടങ്ങി വരുമെന്ന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒത്തിരി തെളിയിച്ച് ഞാൻ പ്രസംഗിക്കാറുണ്ട് കർത്താവിൻ്റെ വരവൊക്കെ. ഒരു തെളിവിൻ്റെയും നമുക്ക് ആവശ്യമില്ല. 3 വാക്ക് മതി. ഐ വിൽ കം അഗെയിൻ. ഞാൻ മടങ്ങി വരും. ആ വാക്ക് മാത്രം നോക്കൂ മതി. കാരണം അവൻ വാക്കുമാറുന്നവനല്ല. ഈ നല്ല ശമര്യക്കാരൻ വാക്കുമാറുന്നവനല്ല. ഈ മുറിവേറ്റവൻ അവിടെ കിടന്ന് നോക്കുന്നത് എന്താണെന്നറിയാമോ? അർത്ഥപ്രാണനായവൻ. അർത്ഥപ്രാണൻ ആയി കിടന്നോ എന്നെ നിരക്ഷ ചെയ്ത അർത്ഥപ്രാണൻ ആയി കിടന്നോ എന്നെ നിരക്ഷ ചെയ്ത നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും. നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും. എൻ മനസ്സിൽ വന്നു വാഴും നിൻ മഹത്വ പ്രത്യാശയെ എൻ മനസ്സിൽ വന്നു വാഴും നിൻ മഹത്വ പ്രത്യാശയെ നീ വളർന്നു ഞാൻ
ഞാൻ കുറഞ്ഞും നിന്നിൽ മറഞ്ഞു ഞാൻ മായണം. നീ വളർന്നും ഞാൻ കുറഞ്ഞും നിന്നിൽ മറഞ്ഞു ഞാൻ മായണം. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശ്രയേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശ്രയേ. സഭയുടെ ഏക പ്രമാണം വിശുദ്ധ ബൈബിളാണ്. ഇതിൽ നിന്നാണ് രക്ഷപ്പെടേണ്ടത്. 2 വെള്ളിക്കാശ് കൊടുത്ത് ഇതിൽ രക്ഷ ചെയ്യണം. സഭയുടെ പ്രമാണം വിശുദ്ധ ബൈബിളാണ്. പാരമ്പര്യമല്ല, കെട്ടുകഥയല്ല, മാനുഷിക കൽപ്പനകളല്ല. രക്ഷപ്പെടാനുള്ളതല്ല ഈ ബൈബിളുണ്ട്. ഇതിൽ നിന്ന് രക്ഷ ചെയ്യണം. സ്വതന്ത്രം. എന്നിട്ട് അവൻ പറഞ്ഞു, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നോളൂ. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് കിടക്കുന്നവൻ്റെ നോട്ടം പുറത്തോട്ടാ. നല്ല ശബരിയക്കാരനെയാണ് നോക്കുന്നത്, രക്ഷ ചെയ്തവനെയാണ്. എന്ന് വരും, എപ്പോൾ വരും, പോയതുപോലെ മണവാളനെ. സഭയുടെ പ്രത്യാശ കർത്താവിൻ്റെ വരവാ പ്രിയപ്പെട്ടവരെ. ഒന്ന് കൈ ഉയർത്തിയാട്ടൊരു സ്വതന്ത്രം എന്ന് പറയും. 4 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞു തുടങ്ങിയത് സഭയുടെ സല്യൂട്ടേഷൻ, വന്ദനം. എന്താന്നാ പറഞ്ഞേ? മാറാനാഥ അനാഥമ. നമ്മുടെ കർത്താവ് വരുന്നു. ഒഴിപ്പൊന്ന് പറ, കൈ ഉയർത്തിയെന്ന് പറ, എല്ലാവരും പറ, നമ്മുടെ കർത്താവ്. ശക്തിയോട് പറ, എൻ്റെ കർത്താവ് വരുന്നു. നമ്മുടെ കർത്താവ് വരുന്നു. സഭയുടെ സല്യൂട്ടേഷൻ, കർത്താവിൻ്റെ വരവ്. 2, സഭയുടെ കാത്തിരിപ്പ്. ഫിലിപ്പിയ ലേഖനം 3:20-21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. നമ്മുടെ കർത്താവായ യേശു രാജാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. സഭയുടെ കാത്തിരിപ്പ് യേശുവിൻ്റെ വരവ്. അതായി പര്യമ്പലത്തിൽ കിടക്കുമെന്ന് നോക്കുക. ഇതല്ല അൾട്ടിമേറ്റ് ഗോൾ പ്ലേസ്. ഇംഗ്ലണ്ട് അല്ല, ഇറ്റലി അല്ല, ഫ്രാൻസ് അല്ല. നമ്മുടെ അത്യന്ത്യ ലക്ഷ്യസ്ഥാനം ഇതല്ല. യുവർ പ്രസന്റ് സിറ്റുവേഷൻ ഈസ് നോട്ട് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ദ ബെസ്റ്റ് ഈസ് നോട്ട് ടു കം. ഇതല്ലെന്നേ, ഈ മണ്ണാങ്കട്ടെ അല്ലെന്നേ. എല്ലാവരുടെയും ഇതേ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നും അല്ല. ഇതെപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല. എപ്പോഴും ഇവിടുന്ന് പോകണം. ഇപ്പം കണ്ടില്ലേ, ഡെഡ് ബോഡികൾ ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് പോന്നുകൊണ്ടിരിക്കുക. 30-കാരനും 38-കാരി 42-കാരി എന്താണെന്നറിയില്ല. ആവശ്യമില്ലാത്ത കുറേ വാക്സിനും എടുത്തു. ലോകത്ത് ആദ്യമായിട്ട് ഒരു ഗുണവും ഇല്ലാതെ 5-6 വാക്സിൻ വാരിയങ്ങ് എടുത്തു. ഇവിടെ ഒന്നും സുസ്ഥിരമായിട്ടൊന്നുമില്ല ദൈവമക്കളെ. ഒരു ദിവസമെങ്കിലും ബലത്തോടിരിക്കുന്ന തമ്പുരാന്റെ കരുണയെന്നല്ലാതെ ഒന്നുമല്ല. സഭയുടെ പ്രത്യാശ വായിക്കേ, പെട്ടെന്നൊന്ന് വായിച്ചു. 1 തെസ്സലോനിക്ക ലേഖനം 4:15. 1 തെസ്സലോനിക്ക 4:15. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിനെ ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ നിദ്രയുള്ളവന്റെ കുറിച്ച് വായിക്കേ. അറിവില്ലാതിരിക്കരുത്. കർത്താവ് താൻ വായിക്കുന്ന ആരിലും ഗംഭീരനാഥത്തോടും പ്രധാന ദൈവ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർന്നു നിൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് കർത്താവിൻ്റെ വരവ് സഭയുടെ പ്രത്യാശയായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. 1, സഭയുടെ സല്യൂട്ടേഷൻ. എപ്പം സഭ കൂടിയാലും അവർ പറയും, മാറാനാഥ, നമ്മുടെ കർത്താവ് വരും, നമ്മുടെ കർത്താവ് വരും, നമ്മുടെ കർത്താവ് വരും. 2, സഭയുടെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ വരവ്. 3, സഭയുടെ പ്രത്യാശ. എന്താ? കർത്താവിൻ്റെ വരവ്. 4, ഇതൊന്ന് വായിക്കണം പെട്ടെന്ന്. കാര്യത്തിലെടുത്തേ. റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 22:20. വെളിപ്പാട് പുസ്തകം 22:20. സഭയുടെ പ്രാർത്ഥന എന്താ? വായിക്കേ. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നള്ളി ചെയ്യുന്നു. ആമേൻ കർത്താവായ യേശുവേ, ആമേൻ കർത്താവായ യേശുവേ. സഭയുടെ പ്രാർത്ഥന എന്തായിരുന്നു? ആമേൻ കർത്താവായ യേശുവേ. പണ്ട് ഗാനവച്ചൻ പറഞ്ഞു വരാം. പണ്ട് കർത്താവ് ആമേൻ കർത്താവായ യേശുവേ വരണമേ എന്നാണ്. ഇപ്പം സഭയുടെ പ്രാർത്ഥന കർത്താവായ യേശുവേ തരണമേ. വരണമേ എന്നല്ല, തരണമേ. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എത്രയോ പ്രസംഗികരൊക്കെ ആകെ തകർത്ത് മീടുക. ഒരെണ്ണമെങ്കിലും കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്.
ന്യായവിധി പ്രസംഗിക്കുന്നുണ്ട്, മാനസാന്തരം പ്രസംഗിക്കുന്നുണ്ട്, സ്വർഗരാജ്യം പ്രസംഗിക്കുന്നു, നിത്യരാജ്യം പ്രസംഗിക്കുന്നില്ല. ഇപ്പോൾ സംഭവിക്കാൻ പോന്നു, അത്ഭുതം നടക്കാൻ പോന്നു, പിടിച്ചോ, വാങ്ങിച്ചോ, പ്രാപിച്ചോ. അപ്പോൾ തന്നെ തുള്ളല. നോക്കിക്കോ, അവൻ്റെ അടിച്ച് മാറ്റി നിനക്ക് തരാൻ പോവാന്ന് പറയുമ്പോൾ എന്തോ തുള്ളല. കണ്ടോ, ഇരിപ്പം പോക്ക് കെട്ട്. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം ദൈവങ്ങൾ. ഇതൊക്കെ ദൈവം തരുന്നൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഇതൊരു ദിവസം നമ്മൾ ഇട്ടിട്ട് പോകണം. ഞങ്ങളൊക്കെ ഇത് കണ്ടു പഠിച്ചു. ഞാൻ നമ്മുടെ കോൺഫറൻസിനാന്ന് തോന്നി ഞാൻ പറഞ്ഞു, 2 കാലേ നിൽക്കുമ്പോഴേ ഉള്ളൂ ഓർത്തോളൂ. സകലയാധികാരം ഈ കാലയിലൊന്ന് ബലത്തോട് നിൽക്കുമ്പോഴേ ഉള്ളൂ. മറിഞ്ഞൊന്ന് വീണാൽ തീർന്നു. സകലയാധികാരം. ഞാൻ സെൻട്രൽ പാസ്റ്റർ 40 വർഷം കൊണ്ട് ലോകം മുഴുവൻ പ്രസംഗിക്കുന്നു. ഫോണ് ഇടതടവില്ലാതെ അടിക്കും. പക്ഷെ നീ താഴോട്ട് വീണാൽ നിൻ്റെ കയ്യിലെ ഫോൺ വേറൊരാളായിരിക്കും. കേരളത്തിലാണെങ്കിൽ ബൈ സ്റ്റാൻഡർ ഉണ്ടോയെന്ന് അറിയാതെ അങ്ങോട്ട് കേട്ടതില്ല. കാശ് കൊടുക്കാൻ ആളുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ നിശ്ചയിക്കുന്ന അസിസ്റ്റന്റ് പാസ്റ്ററാണ് എവിടെ കൊണ്ടുപോകണോ. എനി ടൈം നമുക്കൊന്നും പോയിടാനില്ല. നമ്മുടെ പ്രതീക്ഷ കാഹളധ്വനിയാണ്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ആമേൻ കർത്താവായ യേശുവേ. ഒരു ചോദ്യോട് ചോദിക്കുന്നുണ്ട്, ഈ കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ കല്യാണം വേഗത്തിൽ നടക്കണമെന്ന് ആർക്കും ആഗ്രഹം? ചെറുക്കനാണോ പെണ്ണിനാണോ? ആ സന്തോഷം. സാധാരണ നേരെ ഇവിടെ അവർ പറയും ആണുങ്ങൾക്കാണ്, മണവാളിനാണ്. ഇവർ പറയും മണവാട്ടിക്കാണ്. എന്തായാലും സഹോദരിയെ ഞങ്ങൾ അപ്രീഷിയേറ്റ്. പക്ഷേ ഇവിടെ എന്താ വായിച്ചേ? നല്ല കാര്യമായി സിസ്റ്റർ പറഞ്ഞല്ലോ. എന്താ അവിടെ വായിച്ചേ? പറ. ഇവിടെ എന്താ വായിച്ചേ? വായിക്കുന്നേ. എന്താ അവിടെ വായിച്ചേ? ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്തു. ആരരുളി ചെയ്തു? കർത്താവ്, മണവാളൻ. അപ്പം മണവാട്ടി എന്നാ പറഞ്ഞേ? മണവാളൻ പറയും ഇതാ ഞാൻ വേഗം വരുന്നു. മണവാട്ടി വരുന്നു. വേഗം വരണേന്നാണോ? നമ്മൾ ചേർത്തതാ വേഗം വരണേന്ന്. മണവാട്ടി പറഞ്ഞു കർത്താവേ വരണമേ. അത്ര പെട്ടെന്നൊന്നും വരണ്ട, അവർക്ക് വന്നാൽ മതി. സിസ്റ്ററെ, സത്യത്തിൽ മണവാട്ടി അതെടുക്കാൻ കാണണ്ട, പക്ഷെ വേദവസത്തി മണവാളിന് അതെടുക്കാം. ഇതാ ഞാൻ വേഗം വരുന്നു. മണവാട്ടി പറഞ്ഞു വരണമേ, കുറച്ച് താമസിച്ച് വന്നാൽ മതി. പണ്ട് പെന്തക്കോസ്തുകാരുടെ പാട്ടെന്താണെന്നറിയാമോ? നിങ്ങളൊക്കെ പലരും പെന്തക്കോസ്ത് ജനിച്ചാലല്ലേ ഇരിക്കുന്നത്. ആട്ടുകാലിന് കാറ്റ് പോലെ പിടിച്ച പോലെ ഇരിക്കുന്നേ ഉള്ളൂ. അവിടുന്ന് വന്നതാ. എന്തായിരുന്നു നമ്മുടെ പാട്ടൊക്കെ? എന്നു വരും, എപ്പോൾ വരും, പോയതുപോ മണവാളനെ. അറിയത്തില്ലേ? പിന്നെ കത്തുകത്തേകനായി നിൻ വരവോർത്തു ഞാൻ നാളെത്ര നീക്കിയ യേശുദേവാ. പിന്നെ മൽപ്രിയനേ ഇതുവരെയിൽ നിന്നു നിൻ ശുദ്ധരെ ചേർത്തിടേ. പിന്നെ കന്ദനെ കാണുവാൻ. അത് പാടണം. പിന്നെ എന്നാ എടുത്തു വെച്ചോ, ഇപ്പോൾ പാടാൻ എടുത്തു വെച്ചോണം. എല്ലാ പ്രത്യാശ. ഇതൊക്കെയായിരുന്നു നമ്മുടെ പാട്ട്. കഷ്ടതയുടെ വേളയിൽ ഉപവാസപ്രാർത്ഥന. ഞാനിത് ജനിച്ചു വളർന്നവനാ. ഉപവാസപ്രാർത്ഥനയ്ക്ക് പോയാലും കൺവെൻഷന് പോയാലും സഭായത്തിന് പോയാലും മൊത്തം പാട്ടിതാ. ഇപ്പം ഞാൻ ഈ പാട്ടിനെയല്ല കുറ്റം പറഞ്ഞത്. ഞാൻ പല വേദി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് കിടക്കില്ലേ ഇഷ്ടം പോലെ, ഒന്ന് പോവല്ലേ. ഇപ്പോഴത്തെ നമ്മുടെ പാട്ട്, ആ പാട്ട് നല്ല ദൈവകൃപയെക്കുറിച്ച് പറയുന്നത് പോലും പറ്റിയ പാട്ടില്ല. പക്ഷെ ഞാൻ ആ സാഹചര്യം ഒന്ന് ചോദിപ്പിക്കാം. ഇപ്പോഴത്തെ നമ്മുടെ പാട്ട് ഒന്നോ സ്രോതിനോൻ മോകളേ എണ്ണമില്ലാതെ ചൊരിഞ്ഞു. അതുകൊണ്ട് കർത്താവേ ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വന്ന് ശല്യപ്പെടുത്തല്ലേ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് പോയപ്പോൾ 4-ാം തലമുറയ്ക്കൊരു പുറപ്പാടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ 4-ാം തലമുറയായപ്പോൾ ഭൗതിക ധനം കൊണ്ട് മൂടി. മിസ്രൈം സുഖമാണ്, പിന്നെ കനാൻ അതിനാ. അതുകൊണ്ട് അവർ പരദേശികളെന്ന് മറന്ന് കൂടാരക്കുട്ടി ആഞ്ഞടിച്ചു. അപ്പോൾ ദൈവം യോസഫിനെ അറിയാത്ത ഫറവോനെ എഴുന്നേൽപ്പിച്ചു. ലോകത്തെവിടെയും നമുക്ക് പോകാം, പക്ഷെ നമ്മൾ പരദേശികളാന്ന് മറക്കരുത്. നമ്മൾ
നമ്മുടെ പൗരത്വമോ വയ്യൊന്ന് ഉയർത്തി വാ, അത് തൻ്റെ ഇടകൊണ്ടേ പറഞ്ഞു സ്വർഗത്തിലാ നമ്മൾ അല്പകാലോടെ ജീവിക്കുന്നേ ഉള്ളൂ. നീ അതൊന്ന് മറക്കുമോ, അപ്പോൾ പറവാൻ എഴുന്നേക്കും. ജോസഫ് അടി തുടങ്ങും. അടി തുടങ്ങിയപ്പോൾ ഒരു പറയും എൻ്റെ ദേശം ഇവിടെ അല്ല. എല്ലാം ആയപ്പോൾ ഒന്നും കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് നീക്കരുത്. അടി എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. എല്ലാം റെഡിയായിരിക്കുക. എല്ലാം കുലുക്കും തമ്പുരാൻ. തമ്പുരാന് ജർമ്മനിയും ഇംഗ്ലണ്ടും അമേരിക്കയും ഒന്നും ഒരു പ്രശ്നമല്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതെൻ്റെ അടുത്ത് പ്രസംഗിക്കുന്നത്. കുലുക്കും തമ്പുരാൻ. നമ്മുടെ ലക്ഷ്യം അങ്ങായിരിക്കണം. സഭയുടെ പ്രത്യാശ അതാണ്. റിബേക്കയെ എലയാസർ ഒരുക്കി ഇങ്ങനെ കൊണ്ടുവരുമ്പം ഇസഹാക്ക് ഇറങ്ങി വരുന്നൊരു രംഗമുണ്ട്. അപ്പം ഇസഹാക്കിനെ റിബേക്ക ഒരുക്കി ഒട്ടകപ്പുറത്ത് കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ കൂടെ കൊണ്ടുപോകുന്നേ മരുഭൂമിയിലൂടെ. ഒട്ടകമെന്ന് പറഞ്ഞാൽ സുഖമുള്ളതൊന്നും അല്ല അതിൻ്റെ യാത്ര. എല്ലാ ഒട്ടകത്തിനും കൂനുണ്ട്. ഈ സഭയെന്ന് പറഞ്ഞാൽ ഈ സംഘടനകളായി കാണുന്ന സഭയല്ല, എല്ലാ സംഘടനയ്ക്കും കൂനുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് ചാടി അപ്പുറത്ത് ചെന്നാൽ അവിടെയും കൂനാ. നീ വിചാരിക്കുന്നത് ഈ സഭയൊക്കെ എല്ലായിടവും കൂനാന്ന്. മരുഭൂമിയിലൂടെയാണ് എൻ്റെ പോക്ക്. ചുട്ടുപൊള്ളുന്ന മരുഭൂമി, കുത്തി നോക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് പറയാനേ പറഞ്ഞു നിർത്താൻ പോവാ. എലയാസർ റിബേക്കയോട് പറയുന്നത് ചുറ്റും പാർക്കുന്ന ആളുകളെ കുറിച്ചല്ല, മരുഭൂമിയെക്കുറിച്ചല്ല, കാത്തിരിക്കുന്ന മണവാളൻ, ചെന്നു പാർക്കാൻ പോകുന്ന വീട്. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. സഭയെ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ പഠിപ്പിക്കേണ്ടത് മണ്ണിനെ കുറിച്ചല്ല, വിണ്ണിൻ്റെ ദർശനമായിരിക്കും. നിങ്ങൾ ക്ഷമിക്കണം, 90% പ്രസംഗങ്ങളും മണ്ണിൻ്റെതാണ്. ഇവിടെ അതാണ് വലിയ കാര്യം. ജീവനും ഭക്തിക്കും വേണ്ട കർത്താവ് തരും. ഒരു ജോലിയാണോ, കാറാണോ, വീട്, അതല്ല. അങ്ങിയല്ലണം. കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ്റെ സിയോൻപുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ, കുഞ്ഞാടാകും എൻ്റെ പ്രിയൻ്റെ സിയോൻപുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ, ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും, ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും, പ്രാണപ്രിയൻ ക്ലേശമില്ല ദേശനെ ഞാൻ പിന്തുടരും. ക്ലേശമെന്നിൽ ക്ലേശമില്ലാതീശനെ ഞാൻ പിന്തുടരും. എന്റെ സമ്പത്തെന്തു ചൊല്ലുവാ, വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകും. നമ്മുടെ ലക്ഷ്യം വാഗ്ദത്ത കനാനാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗസീവനാണ്. നമ്മളെ ദൈവം വിലയ്ക്ക് വാങ്ങി നങ്ങൊത്തിക്കാനാണ്. നഷ്ടപ്പെടരുത്. ഞാൻ അനേക വേദിയിൽ പറഞ്ഞു നിർത്തുന്ന പറയാം. ഇപ്പോൾ കർത്താവിൻ്റെ വരവാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എനി ടൈം കാകളത്തിന് എടുക്കപ്പെടുമെന്നുള്ള റാപ്ചർ. അമേരിക്കയിലൊക്കെ നല്ല പ്രത്യാശയുള്ള സാഹിബ്മാരൊക്കെ കാറിൻ്റെ പുറകെ എറിയി വെച്ചിട്ടുണ്ട്. ഈ കാർ ഓടിക്കുന്ന ഡ്രൈവർ ഏത് നിമിഷവും അപ്രത്യക്ഷനാകാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചു വേണം അതിന് പുറകിന് വരാനെന്ന്. റാപ്ചർ, കണ്ണുമടയ്ക്ക് രൂപാന്തരം പ്രാപിക്കും. ലോകത്ത് പല കാര്യം അതിശയമാണ് ഈ ബൈബിള് പറഞ്ഞത്. അതൊക്കെ നമ്മൾ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുക. ഇത് തന്നെ നിങ്ങൾ ചിന്തിച്ച് എന്തോ സംഭവമാണ്. ഇങ്ങനെ ആരെങ്കിലും ചിന്തിച്ചോ? ഇവിടെ മൂളുന്ന ഉടനെ ലോകം മുഴുവത്തു ലൈവ്. അങ്ങനൊരു ഗുണമുണ്ട്. ഒത്തിരി ദോഷമുണ്ട് ഇതിന്. ലൈവുണ്ട്. ലൈവിൻ്റെ ഗുണം ഞാൻ പറയാം. ഈ ദൈവമക്കളൊക്കെ ഇങ്ങനെ പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ സ്റ്റേജ് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ ചെല്ലം ഇറങ്ങി താഴോട്ട് വീഴും. ലൈവായി അങ്ങെത്തും. അങ്ങനെ ഗുണമുണ്ട്. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇത് കാണാം. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികളാണ്. ജെറുസലേമിലെ 2 ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണുമെന്ന് പറഞ്ഞപ്പോൾ ഏത് ഗോത്രനായത് എഴുതി വെച്ചെന്ന് ചോദിച്ചു. എൻ്റെ സജ്ജീകരണങ്ങളാണിത്. കർത്താവ് ഏത് നിമിഷം വരും. എടുക്കപ്പെടും. ഒന്ന് പറഞ്ഞേ, എടുക്കപ്പെടും. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാകളം നിറച്ച് എടുക്കപ്പെട്ടോണം. ഡ്രൈവ് ചെയ്യുമ്പോൾ എടുക്കപ്പെടും.
ഞാനൊരു കാര്യം പറഞ്ഞു നിർത്താതെ ഞാനിതുവരെ കർത്താവിൻ്റെ കാഹളധ്വനിയൊക്കെ പറഞ്ഞിട്ടിരുന്നു. എനി ടൈമിൽ സംഭവിക്കും കേട്ടോ. നമ്മൾ ചിന്തിക്കുന്നവരൊന്നല്ല, ഏത് നിമിഷവും കാഹളം. അതാണ് നമ്മുടെ പ്രതീക്ഷ. എടുക്കപ്പെടുവോ? ഞാനിപ്പോൾ ഇത് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് തീരുന്നതിന് മുമ്പ് കാഹളം ധ്വനിച്ചു. ഇവിടെ ഇരുന്നൊരു 60% അങ്ങ് പോയി. ബാക്കി 30, 90, 40 ഇവിടെ കിടക്കും. 60% പോയെന്നിരിക്കട്ടെ, ബാക്കി കുറച്ചുപേരും കൂടി ഇരുന്നു. ആ കൂട്ടത്തിൽ ഞാനും ഈ മൈക്കും കൊണ്ട് ഇവിടെ നിന്നാലോ? എൻ്റെ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ല. ഞാനിതുവരെ എന്താ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? നല്ല കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത്. ആ ബാക്കി ഇരിക്കുന്നല്ല അവിടെ ഞോണ്ടിക്കൊല്ലും. ഇയാളെന്തോടും ഇതുവരെ പ്രസംഗിച്ച്. പണ്ട് ചോദിച്ചാൽ പറയായിരുന്നു, യോഗത്തിന് വിളിച്ചാലൊന്നും വരത്തില്ല, സഭായത്തിന് വരത്തില്ല. എന്നാലും ചോദിക്കുക, എന്താ ചാക്കോച്ചാ വരാഞ്ഞ പാസ്റ്റർ? ഓ വന്നില്ലെന്നേ ഉള്ളൂ. വാസപ്പാടിന് ഇന്നും വന്നില്ലെന്നേ ഉള്ളൂ. കുറച്ച് പേര് എന്തിനു ചോദിച്ചാൽ വന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ വന്നു, കർത്താവ് വന്നു പോയി. ഈ കർത്താവ് വരുമെന്നൊക്കെ ഓടി നടന്ന് പറഞ്ഞ പുള്ളിയാണ്. കുറേ ആളുകൾ പോയി, ഇദ്ദേഹം പോയില്ല. അപ്പം നാട്ടുകാരായിരിക്കും, ഇന്നടത്ത് ഇന്നാരൊക്കെ പോയല്ലോ, ചാക്കോച്ചായം പോയില്ല. ഓ പോയില്ലെന്നേ ഉള്ളെന്ന്. കർത്താവ് വരും, നീ പോയില്ലെന്നേ ഉള്ളെന്ന് പറയരുത്. ഞോണ്ടിക്കൊല്ലും ആളുകൾ. ഞാൻ ഇവരിപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ 100 അംഗ ഗായക സംഘമൊക്കെ ഉള്ളു, കൺവെൻഷനൊക്കെ പാടുന്നു. അതുകൊണ്ട് പറഞ്ഞാൽ ഗുണമാവും. അപ്പോൾ പാട്ടുകാരുണ്ട്, ഭയങ്കര ഇൻസ്ട്രുമെൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഊതാൻ ഗംഭീരോ ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കാഹളം ധ്വനിച്ചു. പാടിക്കൊണ്ടിരുന്നവരങ്ങ് പോയി. കൊട്ടിക്കൊണ്ടിരുന്നവരോടെ നിന്നാലോ? അവർ കൊട്ടിക്കൊണ്ടിരുന്നവരൊക്കെ പോയി. അപ്പോഴും അവർ പാടിക്കൊണ്ടിരിക്കുക. കുറച്ച് ഞാൻ വേറൊരു കാര്യത്തോട് പറയട്ടെ, പിണങ്ങല്ലേ? അങ്ങനെ പിണങ്ങുന്നവരോട് ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെയൊക്കെ എല്ലാ വകയിനകത്തുണ്ടല്ലോ. ഇതാ ഇവിടുത്തെ ഒരു ഗുണം, എല്ലാം ഉണ്ട് ഇതിനകത്ത്. എന്തൊക്കെയാ എല്ലാം ഉണ്ട്. ഞാൻ പുതുവകയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ചാരോനും ചർച്ച ബോർഡും IPCയും AG എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെയൊക്കെ ജനറൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കാഹളം ധ്വനിച്ച് ചെന്നിരിക്കട്ടെ. അപ്പോഴും സ്റ്റേജിൽ കുറച്ച് പേര് ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നാലും അങ്ങനെ ഇരിക്കും. കുറച്ച് പേര് അവിടെ വീശിക്കൊണ്ടിരിക്കും, പോകണ്ടോ പോവും. അതുകൊണ്ട് നീ അതിനെയൊന്നും നോക്കണ്ട, കുറച്ച് പേര് ഇവിടെ ഇരിക്കുമെന്നേ. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. നമ്മൾ എടുക്കപ്പെടണം. ഓടി അധ്വാനിച്ച മൃതാവാകരുത്. എവിടെയായാലും കാഹളധ്വനി നീ കേൾക്കണം, എടുക്കപ്പെടണം, കൈവിടപ്പെടരുത്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. എനി ടൈം. നമുക്ക് എത്ര നാളിൽ പോകലുണ്ടെന്ന് അറിയില്ല. അത്ര നാൾ യേശുവിന് വേണ്ടി ജീവിക്കുക, യേശുവിനായി മരിക്കുക. കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ കൈവിടപ്പെടരുത്. കർത്താവേ, നിന്റെ വരവിൽ ഞാൻ കൈവിടപ്പെടരുത്. അവിടുത്തെ വരവിനായി എന്നെ ഒരുക്കണമേ, എന്നെ കഴുകണമേ. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തടസ്സമുണ്ടോ അവയെ ഞാൻ വലിച്ചെറിയാൻ തയ്യാറാണ്. കർത്താവേ, എന്നെ ഒന്നുകൂടെ കഴുകണേ, ഒന്നുകൂടെ വിശുദ്ധീകരിക്കണേ. അങ്ങയുടെ ഹിതവിഷ്ടം നിവർത്തിക്കണമേ. കർത്താവേ, എന്നെ കഴുകണമേ എന്ന് ഈ രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും? സമർപ്പിക്കുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കും. യേശുവേ എന്ന് വിളിച്ചു എന്നെ കഴുകണമേ, നിന്റെ വരവിനായി എന്നെ ഒരുക്കണമേ. എൻ്റെ കർത്താവെ, എന്നെ സമർപ്പിക്കുന്ന പറയുന്ന കൈ ഉയർത്തിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, രാത്രി ഞങ്ങൾ തന്നതിനായി സ്തോത്രം. ഈ രാത്രി ഞങ്ങളുടെ ആയുസ് ദീർഘമാക്കിയതിനായി സ്തോത്രം. രാത്രി വചനം കേട്ട നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ വരവിൽ ഞങ്ങൾ കൈവിടപ്പെടരുത്. ഞങ്ങളുടെ പ്രത്യാശയുടെ വരവാപ്പാ. ഞങ്ങൾ ഓടിയത് അധ്വാനിച്ചൊന്നും വൃതാവാകരുത്. എനിറ്റായി വെപ്പം കാഹളം ധ്വനിച്ചാലും ഞങ്ങൾ എടുക്കപ്പെടണം. കർത്താവിൻ്റെ വരവ് എപ്പോഴാണ് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളുടെ ശ്വാസം അപ്പോന്നറിയില്ല. എങ്കിലും ഞങ്ങൾ ദൈവസ്ഥലായിരിക്കണപ്പാ. ഞങ്ങളുടെ പ്രത്യാശയ്ക്കായി നന്ദി, ധൈര്യത്തിനായി നന്ദി കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ സൗഖ്യമാക്കണമേ കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങൾ മാനസിക വശങ്ങൾ, ഭാരങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ വിടുവിക്കണേ. ജോലി സംബന്ധമായി ആരെങ്കിലും ബുദ്ധിമുട്ടുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുത വഴികൾ തുറക്കപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവകരം വെളിപ്പെടട്ടെ. ഞങ്ങളുടെ തലമുറ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. അവർ ആത്മീയരായി മാറട്ടെ. നിന്റെ കൈ അവിടെ തൊടുന്നു. ഇപ്പോൾ ദൈവശക്തി ഹോളിൽ വ്യാപരിക്കുന്നവർക്ക് സ്തോത്രം. നാസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവഫലവും ദൈവ പ്രവൃത്തിയും ഇവിടെ വെളിപ്പെടട്ടെ. കർത്താവേ, നിന്റെ കൈ തൊട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ നിന്ന് കൈകൾ അടിച്ചാട്ട് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. എല്ലാവരും കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്.